aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ അക്സ മറിയം വർഗീസ് ആണ്. കർത്താവിൽ പ്രസിദ്ധനായ പ്രിയ ടി എ വർഗീസ് പാസ്റ്ററുടെ ഇളയ മകളാണ് പ്രിയ അക്സ. പ്രിയ പൈതലിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും തൻ്റെ പഠന കാലയളവിലുണ്ടായിട്ടുള്ള ഒരുപാട് തൻ്റെ അനുഭവങ്ങളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു മർത്തോമാ പുരോഹിതന്റെ മകളായി ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അറിഞ്ഞ ശേഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ വലിയ മാറ്റത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് യൗവനക്കാർക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ അക്സ മറിയം വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോട് കൂടി ചേർന്ന് അരോമ ടി വിയിൽ എൻ്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടി ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ചതായിട്ടുള്ള ഡാനിയൽ ജോൺ പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. ഞാൻ മോർ ദാൻ മൈ എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ എങ്ങനെയാണ് നടത്തിയത്, ഇതുവരെ ദൈവം എന്നെ എങ്ങനെ കൊണ്ടുവന്നു, എൻ്റെ ക്യാരക്ടറിനെ ദൈവം എങ്ങനെ മോൾഡ് ചെയ്തു, ദൈവം എന്നിൽ നടത്തിയതായിട്ടുള്ള പണികൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കംപ്ലീഷനിൽ എത്തി എന്ന് പറയുന്നില്ല. എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ പറ്റി വർണ്ണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് അക്സ മറിയം വർഗീസ്. എൻ്റെ പപ്പ റെവറൻഡ് ടി എ വർഗീസ്. പപ്പ AG-യിൽ ഒരു പാസ്റ്ററായി ശുശ്രൂഷിക്കുന്നു. അതേസമയം AG-യുടെ ബൈബിൾ കോളേജ് ആയിരിക്കുന്ന ഹൈ റേഞ്ച് ട്രിനിറ്റി ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടും പപ്പ സേവനം അനുഷ്ഠിക്കുന്നു. എൻ്റെ അമ്മ ജെസി വർഗീസ്. അമ്മ ഹോം മേക്കർ ആണ്. ശുശ്രൂഷയിൽ പപ്പയെ സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. മോർ ദാൻ ദാറ്റ് ഷീ ഈസ് എ പ്രയർ വാരിയർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ പിന്നിലെ പ്രാർത്ഥനാ ശക്തി ഞങ്ങളുടെ അമ്മയാണ്. എൻ്റെ ചേച്ചി ഏഞ്ചൽ എൽസ വർഗീസ്. ചേച്ചി കുടുംബമായിട്ട് ഇപ്പം UK-യിലായിരിക്കുന്നു. ചേച്ചി, ഹസ്ബൻഡ്, ഒരു കുഞ്ഞുണ്ട്. ചേച്ചിയും ശുശ്രൂഷയിലായിരിക്കുന്നു. ആൻഡ് ബൈ പ്രൊഫഷൻ ഷീ ഈസ് എ ഡോക്ടർ. ആവുന്ന കപ്പാസിറ്റിയിൽ ദൈവത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ ദൈവത്തിനെ സെർവ് ചെയ്തു പോകുന്നു. ഞാൻ ഇപ്പം UK-യിലായിരിക്കുന്നു. എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ UK-യിലേക്ക് വരാൻ കാരണമായത്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ടെസോൾ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് UK-യിൽ വന്നത്. ഇപ്പം പഠിത്തം കഴിഞ്ഞു. അതാണ് എന്നെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇനിയും കമ്മിങ് ടു മൈ ടെസ്റ്റിമണി.
ഞാൻ എൻ്റെ പപ്പയുടെയും ചേച്ചിയുടെയും ഒക്കെ സാക്ഷ്യത്തിലൂടെ ചിലപ്പം അറിയാമായിരിക്കും. ഐ എം കമ്മിങ് ഫ്രം എ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട്. ഞാനൊരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പപ്പ മാർത്തോമ സഭയിലെ അച്ഛനായി അനേകം വർഷങ്ങൾ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ്. സോ ഞാൻ എൻ്റെ ഒരു 20 ഇയേഴ്സോളം ഞാൻ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ചേർച്ചിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു അച്ഛൻ്റെ മോളെന്നുള്ള രീതിയിൽ എല്ലാ പരിപാടികൾക്കും പോകുന്നു, പ്രെയർ ഫെലോഷിപ്സിന് പോകുന്നു, ഞായറാഴ്ച ആരാധന അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈബിൾ വായിക്കുന്നു, കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടമൊക്കെ മോർ ദാൻ റിലേഷൻഷിപ്പിനെക്കാട്ടിലുപരി അതൊക്കെ ഒരു റിലിജിയോസിറ്റി ആയിരുന്നു. ചെയ്യുന്നുണ്ട്. ഐ എം ഡൂയിങ് ഇറ്റ് ആസ് ഇഫ് ഐ എം ഡൂയിങ് എ ഡ്യൂട്ടി ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യുന്ന പോലെ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു പലതും. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ദൈവത്തിനെ ആരാധിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തിന് മഹത്വം കരയറ്റണം, എനിക്ക് എൻ്റെ ദൈവത്തിനെ സ്തുതിക്കണം, വാഴ്ത്തിപ്പാടണം എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ഞാൻ ആയിട്ടില്ലായിരുന്നു. പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതിന് ശേഷമാണ് ദൈവം എന്നെ പണിതതും ദൈവവുമായിട്ടുള്ള ഒരു ക്ലോസർ റിലേഷൻഷിപ്പിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാൻ ഇടയായതും എല്ലാം പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതിന് ശേഷമാണ്. ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ആൻഡ് ടോക്കിംഗ് അതിന്റെ കാര്യം പറയുമ്പോൾ ഒത്തിരി ദൈവത്തിന് മഹത്വം കരയറ്റാനുണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് ഈ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടതിന്, ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ ഇറങ്ങുവാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനേകം ആൾക്കാർക്ക് സത്യം മനസ്സിലാക്കിയിട്ടും when they choose to stand, അവരായിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ റിമെയിൻ ചെയ്യാൻ വേണ്ടി അവർ ചൂസ് ചെയ്യുമ്പോൾ God was so gracious enough and he was so merciful enough to bring us out. ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം വളരെ അധികം ഞങ്ങളോട് കരുണ കാണിച്ചു. അതിന് ദൈവത്തിന് ഒത്തിരി ഒത്തിരി മഹത്വം കരയറ്റുന്നു. ഒരു പക്ഷേ ഞങ്ങൾ മർത്തോമയിൽ നിന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ആ നിൽക്കുന്നതായിട്ടുള്ള പൊസിഷൻസിലെല്ലാം ഫെയ്ത്ത്ഫുള്ളി സെർവ് ചെയ്യാൻ പറ്റിയേനേമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്, ദൈവത്തിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറ്റുന്നതിന്റെ സന്തോഷം, അതൊന്നും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ടുവന്നതിനായി ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ മോൾഡ് ചെയ്തു, എൻ്റെ പേഴ്സണാലിറ്റിയെ ദൈവം എങ്ങനെ ഷേപ്പ് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സോ ആസ് ഐ സെഡ് ബിഫോർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അച്ഛനായിരുന്നപ്പോൾ, അച്ഛൻ്റെ മോളായിരുന്നപ്പോൾ എല്ലാം ഒരു ഡ്യൂട്ടി എന്ന പോലെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും പപ്പ ഏൽപ്പിക്കും, പല കാര്യങ്ങളും പപ്പ പറയും, പാട്ട് ചെയ്യാമോ, പ്രസംഗം ചെയ്യാമോ. അന്നൊക്കെ എന്നെ ഭരിച്ചിരുന്നായിട്ടുള്ള ഒരു ഫിയർ ഫാക്ടർ ആയിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നും അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പ്രായം മുതലായിരുന്നു. മേ ബി ഐ കൻ സേ എൻ്റെ 10th മുതൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയി തുടങ്ങിയ ഒരു കാലഘട്ടമാണ് എൻ്റെ 9th and 10th എന്ന് പറയുന്നത്. അതിന് മുമ്പ് വരെയൊക്കെ കോമ്പറ്റീഷൻസിന് എന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് നിർത്തിയാൽ ഞാൻ ചെന്ന് പഠിപ്പിച്ച പോലെ എല്ലാം പറയും, പാടും, ബൈബിൾ റീഡിങ് ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ 9th and 10th ഞാൻ ബോംബെയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഔട്ട്സൈഡ് കേരള ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടുന്നത്. അതൊരു വലിയൊരു കൾച്ചർ ഷോക്ക് ആയിരുന്നു എനിക്ക് ആക്ച്വലി. കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, വേറെ ഭാഷ പറയുന്ന, എനിക്ക് ഹിന്ദി അറിയത്തില്ല, വേറെ ഭാഷ പറയുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ പോയി ഇരുന്ന് പഠിക്കുക. അവരുടെ കൾച്ചർ ഡിഫറെന്റ് ആണ്, അവരുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഡിഫറെന്റ് ആണ്, അവർ വിശ്വസിക്കുന്ന ദൈവം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയോറിറ്റീസും ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ ചെന്ന് ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് ജെൽ ചെയ്യാനും അവരുടെ കോൺസെപ്റ്റുമായിട്ട് ചേർന്ന് പോകാനും ഒക്കെ. സോ ഐ ചോസ് ടു ബി എൻ ഇൻട്രോവേർട്ട്. അധികം മിങ്കിൾ ചെയ്യാതെ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മിണ്ടാതെ ഒരു സ്ഥലത്ത് എൻ്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു 9th മുതലാണ് ഞാൻ എന്നിലേക്ക് കൂടുതൽ
ഉൾവലിയാൻ വേണ്ടി തുടങ്ങിയത്. പള്ളിയിലാണെങ്കിലും മലയാളം അറിയാവുന്നവരൊക്കെ ഉണ്ട് സഭയില്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് എന്റെ ചേച്ചി ചേച്ചീനെ ഞാൻ ചിന്നു ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഹെർ നെയിം ഇസ് ഏഞ്ചൽ, ഒഫീഷ്യൽ നെയിം. അപ്പൊ ചിന്നു ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും വരുമ്പം ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ ആ ചേച്ചി ചെയ്തോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നുള്ള രീതിയിൽ ഞാൻ പൊതുവേ മാറിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ചാല് ഞാൻ കുറെയൊക്കെ ഉൾവലിഞ്ഞത് കൊണ്ട് തന്നെ അതെന്റെ പേഴ്സണാലിറ്റീനെ മുന്നോട്ട് പോകുമ്പോഴും ഫെർദർ ഇയേഴ്സ് പോകുമ്പോഴും അതെന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറി. ഷൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരോടൊന്നും അധികം ഇന്ററാക്ട് ചെയ്യാതെ, ചോദിക്കുന്നതിനുള്ള മറുപടിയൊക്കെ കൊടുക്കും, പക്ഷെ അധികം ഒന്നും ഇന്ററാക്ട് ചെയ്യാതെ വളരെ എന്നിലേക്ക് തന്നെ ഒതുങ്ങിയ ഒരു ശൈലി പിന്നെയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ 11th and 12th ഒക്കെ നാട്ടിൽ വന്നതിന് ശേഷവും ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ പിന്നെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി മാർത്തോമ കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത്. എൻ്റെ BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ മാർത്തോമ കോളേജിലാണ് ചെയ്തത്. അപ്പം അവിടെ ആണ് ആക്ച്വലി ആ ഒരു പീരീഡ്, ആ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് ഞാൻ ശരിക്കും ഫീൽ ചെയ്ത് ദൈവത്തിന്റെ കോളിങ്ങിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയം എന്ന് പറയുന്നത് ആ ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പ്. എൻ്റെ കരിയർ ഒരു ഷിഫ്റ്റ് എടുത്തിരിക്കുന്ന 12th എല്ലാം കഴിഞ്ഞ് ഏതിലേക്ക് തിരിയണം, എനിക്ക് മെഡിസിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് ശ്രമിച്ചായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ചേച്ചിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ചേച്ചി അതിന്റെ പഠിത്തത്തിലേക്കൊക്കെ കയറി. ചേച്ചി അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകവും എല്ലാം ആയിരുന്നു. അതല്ലാതെ തന്നെ എന്നെ സംബന്ധിച്ച് ദൈവത്തിനെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യാൻ പറ്റുന്ന, ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ. ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം എനിക്കും ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ഞാനും അതിനുവേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പം ആ ഒരു ടൈം, ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്ന ആ ടൈം, ഇനിയും എന്ത് എന്നുള്ള ഒരു ചോദ്യം വന്നതായിട്ടുള്ള ആ ഒരു ടൈമാണ് ശരിക്കും ഞാൻ ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആ സമയത്തൊക്കെ ഞങ്ങൾ കുമ്പനാട് ഒരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈമില് ദൈവം എന്നോട് ശരിക്കും ഇടപെടാൻ വേണ്ടി തുടങ്ങി. ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത് ആ ഒരു സമയം മുതലാണ്. അതുവരെ ഉള്ളതെല്ലാം ചടങ്ങും ചെയ്യുന്നതിന്റെ പേരിൽ ചെയ്യുന്നതുമായിരുന്നെങ്കിൽ അതിനെക്കാട്ടിലെല്ലാം ഉപരിയായി ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അന്നു മുതലാണ്. അങ്ങനെ ഞാൻ ഒത്തിരി ആത്മീകമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെറുപ്പം മുതലേ ഈ ഭയമുള്ളത് കൊണ്ട് ഒന്നിനും കൈ കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. എനിക്ക് പാട്ട് പാടാൻ വേണ്ടി ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. നല്ല വോയിസ് ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ ക്വയറില് ഓൾട്ടോ, സുപ്രാനോ, ബേസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സുപ്രാനോ ആയിരുന്നു. നല്ല ഹൈ പിച്ച് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ കഴിവിനെ പോലും ഞാൻ പലപ്പോഴും പാരബിൾ ഓഫ് ടാലൻസിന്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ ആ മൂന്നാമത്തെ സെർവന്റ് തനിക്ക് കിട്ടിയതായിട്ടുള്ള ആ ടാലന്റ് കുഴിച്ചിട്ട് ബറി ചെയ്തതുപോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. ഞാൻ അതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ, എനിക്ക് കിട്ടിയതായിട്ടുള്ള ആ പാടുന്നതായിട്ടുള്ള സിംഗിങ്ങിന്റെ ടാലന്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാതോ അതിനെ ഡെവലപ്പ് ചെയ്യാതോ അതെല്ലാം ബറി ചെയ്തതായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. കാരണം എന്താ? സ്റ്റേജ് ഫിയർ. ആൾക്കാരുടെ മുന്നിൽ പോയി എങ്ങനെ നിന്ന് പാടും. കുഞ്ഞിലെ പാടിയിട്ടുണ്ട് കോമ്പറ്റീഷൻസ്. അന്നേരം ഒന്നും വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴായി കാര്യം ഇച്ചിരി ഇതിന്റെ ഡിഗ്രി ഇച്ചിരി കൂടിയത്, ഈ ഫിയറിന്റെ ഡിഗ്രി ഇച്ചിരി കൂടിയത്. അപ്പം ഈ പാടാനുള്ള കഴിവ് ഒന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പപ്പ അച്ഛനായിരുന്നത് കൊണ്ട് തന്നെ പപ്പ ഓരോ പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ, ക്യാമ്പുകൾ വെക്കുമ്പോൾ അവിടെ എല്ലാം ലീഡ് ചെയ്യാൻ വേണ്ടി എല്ലാം എനിക്ക് അവസരങ്ങൾ ലഭിക്കും. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതി പറഞ്ഞു നോക്കും. എനിക്ക് പറ്റത്തില്ല, ഞാൻ പാടത്തില്ല, എനിക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് പാടാൻ പറ്റത്തില്ല, ഞാൻ വീട്ടിൽ പാടിക്കോളാം. അങ്ങനെ പിന്നെ അവസാനം ചിന്നു ചേച്ചിയും എൻ്റെ കൂടെ നിന്ന് പാടുവാണെങ്കിൽ ഞാൻ പാടാം എന്നുള്ള രീതിയിൽ അങ്ങനെ പലപ്പോഴും ഞാൻ പല സ്റ്റേജസിലും കയറിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്.
അപ്പോ എപ്പോഴും എന്റെ കോളിംഗ് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ടാലന്റ് ആയിരുന്നു എനിക്ക് പാടാൻ എന്നുള്ളത്. പക്ഷേ എന്റെ പേടി കാരണം ആ ഒരു കോളിംഗിൽ നിന്ന് തന്നെ ഇപ്പോൾ അത് പാട്ടിനെക്കാട്ടിലുപരിയായി ഇറ്റ്സ് അബൌട്ട് വേർഷിപ്പ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പം ദൈവം എന്നെ വേർഷിപ്പ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിന് വേണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു കോളിംഗിൽ നിന്ന് ഞാൻ എപ്പോഴും ഓടിപ്പോയിട്ടേ ഉള്ളൂ. എന്റെ ഭയങ്ങൾ കാരണം, എന്റെ ഭീതികൾ കാരണം, ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചിന്തിക്കും, തെറ്റിപ്പോയാലോ. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു. പെർഫോം ചെയ്യുക, അയ്യോ സ്ലെയർ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളി വീണാലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ദൈവം പഠിപ്പിച്ചു ദാറ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് അവർ ടാലൻസ്. നമ്മുടെ ടാലൻസിനെ പറ്റി അല്ല നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ ശുശ്രൂഷകളും, എവറി മിനിസ്ട്രി ദാറ്റ് വി ഡു, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ ശുശ്രൂഷകളും നമ്മുടെ ടാലന്റോ നമ്മുടെ കഴിവിനോ ബേസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് അബൌട്ട് ആർ അവൈലബിലിറ്റി. നമ്മൾ അവൈലബിൾ ആണോ ദൈവത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടി, ആൻഡ് ആർ വി വില്ലിംഗ് ടു സറണ്ടർ. നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ സറണ്ടർ ചെയ്യാൻ, ജസ്റ്റ് ആസ് വി ആർ, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അതേ രീതിയിൽ ദൈവത്തിന് മുൻപാകെ സറണ്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. That is the same question that I want to ask you, those who are listening to me. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയ ദൈവജനമേ, നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അതോ പല കാരണങ്ങൾ പറഞ്ഞ്, നമ്മൾ പല എക്സ്ക്യൂസസ് പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഓടിപ്പോകുന്നവരാണോ? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, God wants to tell you through this testimony that it's high time that you start responding. നമ്മുടെ കോളിങ്ങിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി ഹൈ ടൈം ആയി. പിന്തിരിഞ്ഞ് നിൽക്കുവാനുള്ള സമയമല്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട സമയമായി. നമുക്കൊരു പാർട്ടുണ്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ. നമുക്ക് നമ്മുടെ പാർട്ട് പ്ലേ ചെയ്യണം. ഗോഡ്സ് കോളിംഗ് ഇസ് യുണീക്ക്. ദൈവത്തിന്റെ കോളിംഗ് ഓരോ വ്യക്തികളെ പറ്റിയും വളരെ യുണീക്ക് ആട്ടോ. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രോബ്ലം ആയിരുന്നു കമ്പാരിസൺ എന്നുള്ളത്. പപ്പ ഭയങ്കര മർത്തോമ സഭയിലെ വലിയ പ്രസംഗകനാണ്, പ്രസംഗിക്കുന്ന ആളാണ്. നല്ല ദൈവം നല്ല ആശയങ്ങൾ കൊടുത്ത, വചന വെളിപ്പാട് കൊടുത്ത ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പ. അപ്പം പപ്പയുടെ പ്രസംഗം, ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആണ് ശുശ്രൂഷയില്, യൂത്ത്സിന്റെ ഇടയ്ക്ക്, വലിയവരുടെ ഇടയ്ക്ക് എല്ലാം. ചേച്ചിക്ക് വർത്താനം പറയാൻ വേണ്ടി, എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചേച്ചിക്ക് വർത്താനം പറയാൻ വേണ്ടി നല്ല കഴിവുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പപ്പയുടെ അടുത്ത് പറയും, ഞാൻ അങ്ങനെയല്ല പപ്പ, എനിക്ക് കഴിവില്ല, ചേച്ചിയുടെ അത്ര എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനുള്ള കഴിവില്ല. അപ്പൊ അപ്പോഴെല്ലാം കഴിവ് എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. എന്നാൽ നിയോഗം എന്ന കഴിവിനെക്കാട്ടിൽ ഉപരിയായി ചില ശുശ്രൂഷകൾ നിയോഗങ്ങളാണെന്നും ആ നിയോഗങ്ങളിലേക്ക് നമ്മൾ കടക്കണം എന്നുള്ള ഒരു കാര്യം അന്നൊന്നും എന്നെ ഭരിച്ചിരുന്നില്ല. ആ കാര്യമൊന്നും അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ എപ്പോഴും ഒരു കമ്പാരിസൺ, വീട്ടിൽ നിന്നല്ല വെളിയിൽ നിന്ന് ആളുകൾ ചോദിക്കും, എന്നാ ചേച്ചിയെ പോലെ പ്രസംഗിക്കുന്നേ, എന്നാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്, ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ, ബാക്കിലൊക്കെ നിന്ന് മിനിസ്ട്രി ചെയ്താൽ മതിയോ. ഞാൻ അന്നും മിനിസ്ട്രിയിൽ ആക്റ്റീവ് ഒക്കെ ആയിരുന്നു, പക്ഷെ എല്ലാം ബിഹൈൻഡ് ദ സ്റ്റേജ് മിനിസ്ട്രീസ് ആയിരുന്നു. പപ്പായ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ മിനിസ്ട്രിയുടെ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക, കമ്പ്യൂട്ടർ വർക്കുകൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പ്രയർ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജിൽ വന്ന് നിന്ന് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ആൾക്കാരുടെ കമ്പാരിസൺ, ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ, എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷനാ. ഓ, ടി എ വർഗീസ് അച്ഛന്റെ മോള്, ഞാൻ ഡിഗ്രിക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടുത്തെ ഒരു പ്രൊഫസർ, അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊഫസർ, മർത്തോമ കോളേജിലെ ഒരു സാറ് എന്നെ കണ്ട് എന്റെ പേരൊക്കെ ചോദിച്ചു. മോളുടെ പപ്പ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ പപ്പ. അന്നേരം ഞങ്ങൾ ഇറങ്ങിയിട്ടിരിക്കുന്ന സമയമാണ്. എന്റെ പപ്പ ടി എ വർഗീസ് എന്ന് പറയും പപ്പയുടെ പേര്. ടി എ വർഗീസ് അച്ഛന്റെ മോളാണോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ സാർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആഹാ, ടി എ വർഗീസ് അച്ഛന്റെ മോളെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നേ? ഇത്രയും പാഷനായിട്ട് ആയിട്ടുള്ള, ഇത്രയും സീലുള്ള അച്ഛന്റെ മോളെ നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ പിന്നെ എന്തോ അതിൽ പരം ഇത് വേണ്ടിയത്. അപ്പൊ നമുക്ക് കുറെ വേല ചെയ്യാം, ഇനിയിപ്പം ഭയങ്കരമായിരിക്കും മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് സാറിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷെ ആ സമയത്തെല്ലാം എന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്, ഓക്കെ, ഇന്ന ആളുടെ ലെഗസി ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യണം. എന്റെ പപ്പ കാഴ്ചവെച്ച ഒരു ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ എന്റെ പപ്പ ചെയ്യുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയുണ്ട്, അത് ഞാൻ ടേക്കപ്പ് ചെയ്യണം. അതാണ് ആൾക്കാർ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ക്രൗഡ് അല്ലെങ്കിൽ ജനം എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നേ എന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിലും ഉപരിയായിട്ട്
ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അല്ല, ഞാൻ എന്റെ പേർപ്പസിലേക്ക് വരേണ്ടത് എന്റെ ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ആണെന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ ഫെയിൽ ചെയ്തു. അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജനിപ്പിച്ചപ്പോൾ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ജനിപ്പിച്ചത്. വി ഹാവ് ബിൻ കോൾഡ്, വി ഹാവ് ബിൻ ചോസൺ ആൻഡ് ക്രിയേറ്റഡ് ബൈ ഹിം ഫോർ ഹിസ് പേർപ്പസ്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ ഉദ്ദേശം സെർവ് ചെയ്യാന്നുള്ളത്, ഞാൻ അത് സെർവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ഞാൻ ദൈവത്തോട് കാണിക്കുന്ന ഒരു ഇതാണ്. ദൈവത്തിനെയാണ് ഞാൻ സാഡ് ആക്കുന്നത്, എന്റെ ക്രിയേറ്ററിനെയാണ് ആക്ച്വലി ഞാൻ സാഡ് ആക്കുന്നത്. അപ്പം എന്റെ ഫോക്കസ് മുഴുവൻ ചുറ്റിനുള്ള ആൾക്കാരുടെ ഫോക്കസ്, ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ അവരുടെ കമ്പാരിസൺ വരുന്നല്ലോ, ഞാൻ എന്തോ പറഞ്ഞ് നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു മുമ്പേ. പക്ഷെ അതെല്ലാം ദൈവം മാറ്റി. പിന്നീട് ദൈവം മാറ്റിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദം, ഇറ്റ്സ് അബൌട്ട് യു ആൻഡ് മീ, ഇറ്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ദാറ്റ് യു ഹാവ് വിത്ത് മീ. നിനക്ക് ഞാനുമായിട്ടുള്ള ബന്ധം എന്താണോ അതാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ആൾക്കാർ ബാഹികമായി കാണുന്നതായിട്ടുള്ള ഈ മിനിസ്ട്രീസിലുള്ള ഇപ്പം പ്രസംഗമാകട്ടെ, പാട്ടാകട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഫോം ഓഫ് മിനിസ്ട്രിയും ആകട്ടെ, അതിനെല്ലാം ഉപരിയായിട്ട് ഇറ്റ്സ് ദ ഹാർട്ട് ദാറ്റ് മാറ്റേഴ്സ്. നമ്മൾ അതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു, അതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ഡൂയിങ് ഓൾ ദോസ് തിങ്സ്, അതാണ് ദൈവത്തിന് മാറ്റർ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പേഴ്സണൽ ബ്രോക്കൺനെസ്സിൽ നിന്നാണ് ദൈവം എന്നെ പണിയാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കരിയറിന്റെ ഷിഫ്റ്റ് എടുത്തിരുന്ന് ഞാൻ എങ്ങോട്ട് തിരിയണം, മെഡിസിൻ ഒത്തിരി ആഗ്രഹിച്ചു, എന്നിട്ടും കിട്ടിയില്ല. എൻ്റെ സമയങ്ങളൊക്കെ കുറച്ച് നഷ്ടമായി പോയി, അതിന്റെ വിഷമമുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം മധ്യത്തിലും ഞാനൊരു പ്രത്യേക ഗ്രേസ് അനുഭവിച്ചിരുന്നു. എൻ്റെ സാഹചര്യത്തിൽ വേറെ ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഡിപ്രഷനിലേക്ക് പോകാമെന്ന അവസ്ഥ. കാരണം സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാം ശിഥിലമായി പോയതിന്റെ പേരിൽ, ഹോപ്സ് എല്ലാം ഇല്ലാതായി പോയതിന്റെ പേരിലെല്ലാം ഡെസ്പെയറിൽ പോകാവുന്ന അവസ്ഥയിൽ ദൈവം എന്നെ കരം പിടിച്ചു. അതിലേക്കൊന്നും പോകാതെ ദൈവം എന്നെ നിലനിർത്തി, ദൈവം എന്നെ പുലർത്തി. ആൻഡ് മോർ ദാൻ ദാറ്റ്, ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കൂടുതൽ ദൈവത്തോടു കൂടെ കൂടുതൽ അടുക്കുവാൻ വേണ്ടിയുള്ള മുഖാന്തരമാക്കി ദൈവം അതിനെ മാറ്റി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും, എനിക്ക് ഏതും ഫീൽഡിലോട്ടാണ് ഞാൻ പോകേണ്ടതെന്നുള്ളത് ഞാൻ പ്രാപിച്ചെടുക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തോട് കുറെ അടുക്കുവാനും, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാവരങ്ങളൊക്കെ എനിക്ക് അന്യഭാഷയൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പേഴ്സണൽ എഡിഫിക്കേഷന് ഏറ്റവും കൂടുതൽ സഹായകരമാണ് ഗിഫ്റ്റ് ഓഫ് ടങ്സ്. അപ്പം ബാക്കിയുള്ളവരെല്ലാം സഭയിൽ പോകുമ്പോൾ അന്യഭാഷയിൽ ആരാധിക്കുന്നൊക്കെ കാണാറുണ്ട്. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് ലഭിക്കാൻ വേണ്ടി. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേർച്ചില് ഈ ഗിഫ്റ്റുകളെല്ലാം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ദേവദാസൻ വരുന്നുണ്ട്, പ്രാർത്ഥിക്കും, ശുശ്രൂഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ മിനിസ്ട്രിക്ക് പോയായിരുന്നു. ദേവദാസൻ പ്രാർത്ഥിച്ചു. എനിക്ക് ചെറുതായിട്ട് സിലബിൾസ് ഒക്കെ അട്ടർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയായിരുന്നു അന്ന് സഭയിൽ വെച്ച്. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആരാധിച്ച് ദൈവം എന്നെ ആരാധനയിലേക്ക് കയറ്റി. പലർക്കും പല മീഡിയമാണ് ദൈവം അവരുടെ മേൽ വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ദൈവം ആരാധനയിൽ കൂടിയാണ് എന്നെ കൂടുതൽ ബലപ്പെടുത്തുവാനും, എന്നെ കൂടുതൽ ആ ഗിഫ്റ്റുകൾ എന്നിലേക്ക് പകരപ്പെടുവാനും എല്ലാം ദൈവം മുഖാന്തരമായത് ആദ്യമേ ആരാധനയിലൂടെയാണ്. അപ്പം ഞാൻ കുറെ പാട്ടുകൾ കേട്ട് എൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് കതകടച്ചിട്ട് പാട്ട് പാടുകയും അനേക സമയമില്ലാതെ, ലൈക്ക് അൺലിമിറ്റഡ് ആയിട്ട് കുറെ സമയമൊക്കെ ആരാധിച്ചു പോയ എക്സ്പീരിയൻസസ് എല്ലാം ഞാനിപ്പോൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് ആരാധിച്ചപ്പോഴാണ് ദൈവം എനിക്ക് ആ കംപ്ലീറ്റ്ലി എൻ്റെ നാവിന്റെ കെട്ടഴിച്ച് എനിക്ക് ഗിഫ്റ്റ് ഓഫ് ടങ്സ് പൂർണ്ണമായി തരികയും, അതിനുശേഷം പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ വേറെ പല ഗിഫ്റ്റുകളും ദൈവം എനിക്ക് വേണ്ടി എനിക്ക് തന്നു, എനിക്ക് ലഭിക്കുവാൻ ഇടയായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു എൻ്റെ ഡിഗ്രി കാലഘട്ടത്തില് അപ്പൊ എൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി ഓൾറെഡി തുടങ്ങി. ഞാൻ ദൈവത്തിന്റെ കോളിങ്ങുമായിട്ട് അത്രയും അച്ഛന്റെ മോളായി നിന്നപ്പോൾ എങ്ങനെ പിന്തിരിഞ്ഞു നിന്നോ അങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം ഞാൻ എപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ അപ്പോൾ മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ ആരംഭിച്ചിരുന്നു. ഞാൻ ഡിഗ്രി പഠിക്കുവാൻ വേണ്ടി കോളേജിൽ പോയി. കോളേജിൽ പോയതിനു ശേഷം
ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ആളുകൾക്ക്. ആ സാറിന് എസ്പെഷ്യലി ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സാർ ഭയങ്കര ഇവാഞ്ചലിസം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയെങ്കിലും സോൾസിനെ നേടണം, എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി കുറെ ആളുകളെ, ആത്മാക്കളെ നേടണം, ക്യാമ്പസിൽ അതിനുവേണ്ടി വേല ചെയ്യണം, നമ്മൾ പോയി ചെയ്യണം, പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ തിരിക്കണം എന്നുള്ള ഒരു ഫോക്കസിലായിരുന്നു സർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം എനിക്ക് സാറിന്റെ ആ പാഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ കൺവിക്ഷൻ അത്രയും അതിന്റെ പൂർണ്ണതയിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും അത് പ്രഷറായിരുന്നു. എനിക്ക് പലപ്പോഴും പെർഫോമൻസ് പ്രഷർ ആയിരുന്നു. ഓക്കെ, സാറിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാർ പറയുന്ന പോലെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷെ ഇതെല്ലാം മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വേറൊരാളുടെ ബേർഡൻ, അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് നമ്മുടെ ബേർഡൻ നമുക്ക് വേറെ ഫ്യൂച്ചർ തലമുറയിലേക്ക് നമുക്ക് പാസ് ഓൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് അവർ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അവര് തന്നെ കൺവിക്റ്റഡ് ആവാതെ പറ്റത്തില്ല. പേരൻസ് ആണെങ്കിലും നമുക്ക് മക്കളോട് പറയാം, നീ ദൈവവചനം പഠിക്കണം, ദൈവവചനത്തിൽ നിൽക്കണം. പക്ഷേ അൺലെസ് ആൻഡ് അൺടിൽ ദേ ആർ കൺവിക്റ്റഡ്, അവർക്ക് അതിന്റെ പൂർണ്ണ ബോധ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ മൈറ്റ് ഫെയിൽ. ആ ഒരു കാര്യം ഞാൻ അവിടുന്ന് മനസ്സിലാക്കി. അവിടെയും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ദൈവത്തിനെ സെർവ് ചെയ്യുവാൻ വേണ്ടി എനിക്ക് ലഭിച്ചിരുന്നു. അവിടെ ഒരു ചാപ്പൽ സർവീസ് ഉണ്ടായിരുന്നു. വൺസ് എ വീക്ക് ചാപ്പൽ സർവീസ് ഉണ്ട്. അപ്പം സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ പ്രസംഗം കൊടുക്കുന്നത്. അപ്പം എനിക്കും അങ്ങനെ ഒരു അവസരം കുറെ നാളുകളായിട്ട് എന്നോട് പറയുകയാണ്, അക്സ പ്രസംഗിക്കുക എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഇതിനു മുമ്പേ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എക്സ്ക്യൂസസ് കേട്ട് മടുത്തിട്ടായിരിക്കാം എൻ്റെ ഒരു സീനിയർ എൻ്റെ പേര് എടുത്തിട്ടു, ഇന്ന ഡേറ്റിന് അക്സയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടു. അപ്പൊ ഐ ഹാവ് നോ ഓപ്ഷൻ, എനിക്ക് പിന്നെ ചെയ്തേലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഡേറ്റ് എനിക്കൊക്കെ മനസ്സിലായി, ഇത് നീ ചെയ്തേലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ദൈവമേ, എന്നെ ശക്തീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം. എനിക്കറിയത്തില്ല, എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഇതുവരെ ഡീൽ ആയിട്ടില്ല. ആ ഒരു ഫിയറിൽ ഞാൻ ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ക്രൗഡിനെ കാണുമ്പം ഭയങ്കര പേടിയാണ്. നീ എന്നെ ബലപ്പെടുത്തണം, നീ എന്നെ ശക്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോഴാണ് ആക്ച്വലി ദൈവത്തിലുള്ള സറണ്ടറൻസിലേക്കൊക്കെ ദൈവം നയിക്കുന്നത്. ദൈവാശ്രയം എന്തെന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നതെല്ലാം ആ ഒരു സമയമായിരുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിങ് ത്രൂ യു. നിന്റെ കഴിവിനെ പറ്റിയല്ല, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടെ പ്രവർത്തിക്കുന്നതാണ് ഓരോ സ്ഥലത്തും മിനിസ്ട്രി എന്ന് പറയുന്നത് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ആ ചാപ്പലിൽ ചെന്നു, പ്രസംഗിക്കുവാൻ വേണ്ടി കയറി നിന്നപ്പോൾ ദൈവപ്രവൃത്തി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു എന്റെ ഫിയർ ഫാക്ടർ? ക്രൗഡ് ആയിരുന്നു എന്റെ ഫിയർ ഫാക്ടർ. അവരുടെ മുഖം കാണുമ്പോൾ, അവരുടെ മുഖഭാവം കണ്ടിട്ട് ഇനിയും ഞാൻ വല്ലതും ഡിസ്ട്രാക്റ്റഡ് ആയി പോവോ, അവർക്കിനി മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ എന്റെ ചിന്തകൾ പോവോ എന്നുള്ളായിരുന്നു. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ ആ ടേബിളിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ വാട്ട് ഐ കുഡ് സീ ഇസ് ദാറ്റ് എനിക്ക് ആളുകളെ കാണാം. ആ ഹോൾ ഫുൾ, ആ ചാപ്പൽ മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുക. എനിക്ക് ആളുകളെ കാണാം, പക്ഷെ എനിക്ക് ആളുകളുടെ ഫേസ് ഒന്നും അധികം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ദൈവം എന്നെ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം അങ്ങ് മറച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഫിയർ ഫാക്ടർ അതാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം എനിക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു തന്നു. ഞാൻ അവരെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പോയില്ല, ദൈവം അവരെയൊക്കെ എനിക്ക് മറച്ചു തന്നു. അങ്ങനെ എനിക്ക് പ്രസംഗിക്കുവാൻ വേണ്ടി പറ്റി, ആ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അതിനുശേഷവും പിന്നീട് പല അവസരങ്ങളും എനിക്ക് വന്നു. കോവിഡ് ഒക്കെ ആയിരുന്ന സമയത്തൊക്കെ സൂമിൽ കൂടിയൊക്കെ കോളേജിന്റെ സർവീസസിന് വേണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പ്രസംഗങ്ങൾ എടുക്കുവാൻ വേണ്ടി എല്ലാ അവസരങ്ങളും ലഭിച്ചു. അപ്പോഴെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചപ്പോൾ ദൈവം എങ്ങനെയായിരുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ ശക്തീകരിച്ചു. അപ്പം അതെനിക്കൊരു പ്രചോദനമായിരുന്നു വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ വേണ്ടി. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ ഫുള്ളി എന്റെ ഫിയറിനെ ഓവർകം ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പെതുക്കെ ദൈവത്തിലുള്ള ആശ്രയം പഠിച്ചു തുടങ്ങിയതേ ഉള്ളായിരുന്നു. ദൈവത്തിനെ ആശ്രയിച്ച് ഞാൻ കാര്യങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പേടി ഭയങ്കരമായിട്ട് ഉള്ളിൽ നിൽപ്പുണ്ട്, ഭയം ഭയങ്കരമായിട്ട് ഉള്ളിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാർത്തോമ കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞു.
ഞാൻ പിന്നെ എൻ്റെ ഫർദർ സ്റ്റഡീസിന് വേണ്ടി മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചെന്നു. അവിടെയായിരുന്നു ആക്ച്വലി എൻ്റെ ഒരു ട്രെയിനിങ്ങിന്റെ കാലഘട്ടം അവിടെയായിരുന്നെന്ന് പറയാം. ഐ വാസ് അവേ ഫ്രം മൈ ഹോം. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. എൻ്റെ 11th and 12th 11th ഒക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പപ്പ ബോംബെയിലായിരുന്നപ്പം ഞാൻ 11th ഹോസ്റ്റലിലായിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്, അല്ലാതെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം ഭയങ്കര എക്സ്പോഷർ ആണ് പല കൾച്ചേഴ്സുമായിട്ട് കിട്ടുന്നത്. എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി, ക്ലാസ്മേറ്റ്സ് ആയിട്ട്. അപ്പം വലിയൊരു എക്സ്പോഷറാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ ഒത്തിരി ആന്റിസിപ്പേഷനോട് കൂടിയാണ് പോണ്ടിച്ചേരിയിൽ ചെല്ലുന്നത്. എന്തായി തീരും എന്നുള്ള ആന്റിസിപ്പേഷനോട് കൂടിയാണ് ചെല്ലുന്നത്. എൻ്റെ സ്പിരിച്വാലിറ്റി ഒക്കെ ഇനിയും കെട്ടുപോകുമായിരിക്കും, ഉള്ളതെല്ലാം സീലെല്ലാം കുറച്ചുകൂടെ പോകുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച സ്ഥാനത്ത് ശരിക്കും എൻ്റെ സീലിനെ ആളി കത്തിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച സ്ഥലം, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഗ്രൗണ്ട് എന്ന് പറയട്ടെ, അതായിരുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എനിക്ക്. അവിടെ ദൈവം എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പ് തന്നു. PUCF ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മെയിൻലി അവർക്കൊരു ഗ്യാതറിംഗ് എന്നുള്ള രീതിയിൽ ഒരു സാറിന്റെ ഇനിഷ്യേറ്റീവ്, വിക്ടർ സാർ എന്ന് പറഞ്ഞ ഒരു സാറിന്റെ ഇനിഷ്യേറ്റീവിൽ നടത്തുന്നതായിട്ടുള്ള, സാർ ഹെഡ് ചെയ്ത് നടത്തുന്നതായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആണ്. ഒരു ഭയങ്കര ബ്ലെസ്സഡ് ഫെലോഷിപ്പ്. അവിടുന്ന് ഞാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. ഭയങ്കര ബ്ലെസ്സഡ് ഫെലോഷിപ്പ് ആണ്. എനിക്ക് സാറിന്റെ മെസ്സേജസ് ഭയങ്കര സ്ട്രെങ്തനിങ് ആയിരുന്നു. ഞാൻ എന്താ നാട്ടിലായിരുന്നപ്പോൾ അപ്പയുടെ മെസ്സേജസ് ഒക്കെയാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ എനിക്ക് മെസ്സേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. മെസ്സേജസിലൂടെ ദൈവം ഭയങ്കരമായിട്ട് ഇടപെടാറുണ്ട്. അപ്പൊ എനിക്ക് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും എൻ്റെ വേറൊരു കൺസേൺ നല്ല ചേർച്ച് കിട്ടുമോ, നല്ല ഫെലോഷിപ്പ് കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടു. എനിക്ക് നല്ലൊരു ചേർച്ചും, ഞാൻ ഒരു AG ചേർച്ചിലായിരുന്നു, പോണ്ടിച്ചേരിയിലെ ഒരു AG ചേർച്ചിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. നല്ലൊരു ചേർച്ചും നല്ല യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ നല്ലൊരു ഫെലോഷിപ്പും എനിക്ക് ദൈവം തന്നു. ചേർച്ചിന്റെ പ്രത്യേകതയാണെങ്കിലും ചേർച്ച് ആക്ച്വലി തമിഴിയൻസ് ആണ് കൂടുതൽ പോകുന്നത്. അപ്പം അവിടെ ഇംഗ്ലീഷിൽ പാസ്റ്റർ മെസ്സേജ് ഇംഗ്ലീഷിൽ പറയുന്നു പറഞ്ഞാലും ബാക്കി സർവീസ് ഫുള്ള് തമിഴിലാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ, അവിടുത്തെ ജനങ്ങളെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അവര് കുറച്ചുകൂടെ സിൻസിയർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ വേർഷിപ്പില് അവര് ആണ്ടവരെ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ലെവൽ ഓഫ് സിൻസിയറിറ്റി ആൻഡ് ദ വേ ഇൻ വിച്ച് ദേ ആർ വില്ലിംഗ് ടു ഹംബിൾ ദംസെൽഫ്. ഞാൻ നമ്മുടെ ആളുകളെ കുറ്റം പറയുകയല്ല, ഞാൻ അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത പറയുന്നു എന്നേ ഉള്ളൂ. അവര് കുറച്ച് അവരുടെ ഹ്യൂമിലിറ്റി എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അവരുടെ ദൈവത്തിന്റെ മുൻപാകെ വരുമ്പോൾ അവരെ തന്നെ കംപ്ലീറ്റ്ലി മറന്ന് പകുതി പേര് മുട്ടേ നിന്ന ആരാധന ഫുള്ള് അറ്റൻഡ് ചെയ്യുന്നതും ആരാധനയിലായിരിക്കുന്നതും എല്ലാം. അവരുടെ അപ്പം ദൈവം മുമ്പാകെ വരുമ്പോൾ അവരുടെ ഒരു ഫിയറും അവരുടെ റെസ്പെക്റ്റും അവരുടെ ഹ്യൂമിലിറ്റിയും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സഭയാണ് ദൈവം എനിക്ക് തന്നത്. PUCF എന്ന് പറയുന്ന ഫെലോഷിപ്പ് ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെ പറ്റി വചനത്തിൽ നിന്ന് സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാർ ക്ലാസ് മോഡലിലാണ്. ബോറടിപ്പിക്കാത്ത രീതിയിൽ, കുഞ്ഞുങ്ങളൊക്കെ അധികം ശ്രദ്ധയില്ല എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ എൻഗേജ്ഡ് ആക്കിയിരിക്കുന്ന രീതിയിൽ തന്നെ, പക്ഷെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന രീതിയിൽ. ആ ഒരു സാറിന്റെ ഒരു മെസ്സേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ചിന്തിക്കും. ആ ഒരു രീതിയിലായിരുന്നു സാറിന്റെ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഒത്തിരി ബ്ലെസ്സഡ് ടൈം ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. ഒത്തിരി ദൈവത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനും എല്ലാം ആ ഫെലോഷിപ്പ് കാരണമായി തീർന്നിട്ടുണ്ട്. അവിടെ എൻ്റെ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്റെ മോളാണ് എനിക്കൊരു റൂംമേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. മറ്റേ ആളൊരു വേറെ വിശ്വാസത്തിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പം എൻ്റെ പഴയ കോളേജിൽ ഞാൻ അനുഭവിച്ചായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവാഞ്ചലിസത്തിനെ പറ്റി ഭയങ്കര ബേർഡൻ ഉള്ള ഒരു സാറാണ് അവിടെ ഉള്ളത്. ഇവാഞ്ചലിസം ചെയ്യണം, ആളുകളെ നേടണം. പക്ഷെ അന്നേരമൊക്കെ എന്നെ ഡ്രൈവ് ചെയ്തുള്ള എനിക്ക് പ്രോബ്ലമായി തോന്നിയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എങ്ങനെ ഞാൻ ചെയ്യും, എനിക്ക് അതിനുള്ള സംസാരിക്കാൻ ആളുകളെ പോയി സംസാരിക്കണമല്ലോ, ആൾക്കാരെ ദൈവമായിട്ട് അടുപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനെ ആൾക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ആദ്യമേ പോയി അവരോട് സംസാരിക്കണമല്ലോ. എനിക്ക് അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ വർത്താനം പറയാനൊക്കെ മടിയുള്ള വ്യക്തി. അപ്പം എനിക്കിത് എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു. പക്ഷെ ഇറ്റ്സ് ആഫ്റ്റർ കമ്മിങ് ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് പല മീഡിയം ഉണ്ട്. ആൻഡ് വൺ ഗ്രേറ്റ് ഒരു വലിയൊരു മീഡിയം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ സാക്ഷ്യമുള്ള ജീവിതം തന്നെ അനേകരെ ദൈവത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ പോണ്ടിച്ചേരിയിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. എൻ്റെ റൂമില് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫ്ലോർസും ഫിൽഡ് ആയി എപ്പോഴും കുഞ്ഞുങ്ങൾ അതിലെ ഇതിലെ ഒക്കെ നടക്കുമായിരിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പം കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കൊന്ന് കരയാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. എനിക്ക് അതിന്റെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം ദൈവം എന്നെ പഠിപ്പിച്ചു ദാറ്റ് ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നീ എങ്ങനെ നിനക്ക് എന്നെ ആരാധിക്കാൻ പറ്റുന്നു, നിനക്ക് എങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു, അങ്ങനെ നീ പ്രാർത്ഥിക്കുക. ആൻഡ് ഐ വിൽ മേക്ക് വേസ് ഫോർ യു എന്നുള്ള കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ റൂമിൽ തന്നെ എൻ്റെ തലയുടെ മുകളിൽ കൂടി ഷീറ്റ് വിരിച്ചിട്ടിട്ട് ഞാൻ ആ ഷീറ്റിന്റെ അടിയിൽ കയറിയിരുന്നു പ്രാർത്ഥിക്കും. എനിക്കിഷ്ടമുള്ള അത്രയും നേരം പ്രാർത്ഥിക്കും. ആ സമയത്ത് എൻ്റെ റൂംമേറ്റ്സ് ഒന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ, കഴിവതും അവർ റൂമിൽ നിന്ന് മാറി നിൽക്കും. കാരണം അവർക്കറിയാം എൻ്റെ പ്രെയർ ടൈം ആണ്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ അവരെ റൂമിൽ കയറ്റാതിരിക്കുക അങ്ങനൊന്നും ഇല്ല. അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഞാൻ പക്ഷെ എൻ്റെതായിട്ടുള്ള ഒരു സാങ്ച്വറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ടൈം ഞാൻ എൻ്റെ പേഴ്സണൽ സാങ്ച്വറി, എൻ്റെ പേഴ്സണൽ ഓൾട്ടർ ആയിരുന്നു എൻ്റെ ബെഡ് എന്ന് പറയുന്നത്. അപ്പം എന്നെ കേൾക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, യു മൈറ്റ് ബി സേയിങ് ടു യുവർ സെൽഫ്, എനിക്ക് ബലപ്പെടാനോ എനിക്ക് ആരാധിക്കാനോ ഒരു സ്ഥലമില്ലല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ കൺവീനിയന്റ് ആയിട്ടില്ലല്ലോ, അതിന് കൺജീലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എനിക്കില്ലല്ലോ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് എവറി പ്ലേസ് ക്യാൻ ബി എൻ ഓൾട്ടർ വേ യു ക്യാൻ മീറ്റ് ഗോഡ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവത്തിനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അങ്ങനെ ഒരു സ്ഥലമില്ല. എനി പ്ലേസ് ക്യാൻ ബി ദാറ്റ് പ്ലേസ്. നിങ്ങൾ ആയിരിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ തറയെ മുട്ടുകുത്തിയാൽ മതി. ദൈവം ഹീസ് മോർ ദാൻ ഇനഫ് ടു കം ആൻഡ് എൻകൗണ്ടർ യു അറ്റ് ദാറ്റ് പ്ലേസ്. ആ ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ PUCF-ന്റെ ഫെലോഷിപ്പ് ഒക്കെ വീക്ക്ലി പോകുന്നുണ്ട്. അവിടെ പാട്ട് ഓരോ ആഴ്ചയിലും പാട്ട് പാടുന്നത് പല വ്യക്തികളാണ്. അപ്പം ആ ക്വയറിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അവിടെയും അപ്പം ദൈവം തരുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ഞാൻ പതുക്കെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങി. പണ്ടൊക്കെ മടിച്ചു നിന്നിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് കിട്ടുമ്പം എന്നെ കൊണ്ടാവുന്ന പാട്ട് പാടുന്ന എനിക്ക് കഴിവുണ്ട്, എനിക്ക് അറിയാം, എനിക്ക് പറ്റും എന്നുള്ള കാര്യം. അപ്പൊ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോഴൊരു ലീഡർഷിപ്പ് തലത്തില് പോകാനൊക്കെ പിന്നെയും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫസ്റ്റ് ഇയറിൽ അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ക്രിസ്മസ് പ്രോഗ്രാം, ഹോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ക്രിസ്മസ് പ്രോഗ്രാം നടത്തുന്നത് ഞങ്ങളുടെ ഈ ഫെലോഷിപ്പ് ആയിരുന്നു. അപ്പം ഒരു സെപ്പറേറ്റ് ഹോൾ എടുത്തിട്ട് അവിടെ ഒത്തിരി ആളുകൾ, 1000-1000-ന് മുകളിൽ കുഞ്ഞുങ്ങൾ വന്ന്, പ്രൊഫസേഴ്സും ആളുകളൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് പ്രോഗ്രാം. അതിനെ നോയൽ എന്നായിരുന്നു വിളിക്കുന്നത്, നോയൽ പ്രോഗ്രാം. അപ്പൊ എന്റെ ഫസ്റ്റ് ഇയറിലെ നോയലിന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, പല ടീംസ് ഉണ്ട് കേട്ടോ. ആങ്കറിങ്ങിന് ഒരു ടീമുണ്ട്, പ്രെയർ ടീമുണ്ട്, ഡെക്കറേഷൻ ടീമുണ്ട്, ഫിനാൻഷ്യൽ ടീമുണ്ട്, അങ്ങനെ പല ടീമുകളുണ്ട്. ഈ സാറിന്റെ ഒരു പ്രത്യേകത, ഞാൻ പറഞ്ഞ വിക്ടർ സാറിന്റെ ഒരു പ്രത്യേകത, സാർ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും വളരെയധികം ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ദൈവ ആശ്രയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടേ ഓരോ റെസ്പോൺസിബിലിറ്റീസും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കത്തുള്ളൂ. ദൈവം പറഞ്ഞിട്ടല്ലാതെ ഒരാളെ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കത്തില്ല സാറ്. അതിപ്പം ഒരു കോർ ടീം ഫോം ചെയ്യുന്ന ആവട്ടെ, ആ ടീം മെമ്പേഴ്സ് എല്ലാം ദൈവം പറഞ്ഞിട്ടുള്ള വ്യക്തികളെ മാത്രമേ സാർ ആക്കത്തുള്ളായിരുന്നു, ആ ടീമിൽ ആക്കത്തുള്ളായിരുന്നു മെമ്പേഴ്സ് ആയിട്ട്. അപ്പം എനിക്ക് ആ ഫസ്റ്റ് നോയൽ പ്രോഗ്രാമിന് സാറിൻ്റെ മെസ്സേജ് വന്നു ദാറ്റ് വി ഹാവ് ബിൻ ലെറ്റ് ടു മേക്ക് യു ദ ഹെഡ് ഓഫ് ദ പ്രെയർ ടീം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാറിന്റെ മെസ്സേജ് വന്നു. അപ്പോൾ ഓക്കെ, ഞാൻ അത് ഏറ്റെടുത്തു. അത് ദൈവത്തിന്റെ നിയോഗമെന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഓരോ ദിവസവും ഐ തിങ്ക് 1 month
മന്ത് മുമ്പേ തന്നെ ഓരോ ദിവസവും ഓരോ പ്രെയർ പോയിന്റ്സ് ഇടും. അതിന്റെ പോസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി 1 or 2 പ്രെയർ പോയിന്റ്സ്. ആൻഡ് എല്ലാ ദിവസവും ഒരു 10 PM 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എല്ലാവരും ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു അത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്രെയർ ടീമിന്റെ ഹെഡ് ആക്കിയതും ഞാൻ വിശ്വസിക്കുന്നു അതും ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു എനിക്ക്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇന്റർസെഷന്റെ ബേസിക്സ് എന്നെ പഠിപ്പിച്ചത്. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാന്ന് പറഞ്ഞാലും ഒരു പ്രോഗ്രാമിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രെയർ പോയിന്റ്സ് ആണ് എഴുതിയിടേണ്ടത്, റിപ്പീറ്റും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണ് കണ്ടുപിടിക്കേണ്ടത് ഇന്ന് ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരങ്ങളിൽ ദൈവം പഠിപ്പിച്ചു ദാറ്റ് ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ പോലും ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. ഒരു പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ദൈവം അലൈൻ ചെയ്യാതെ, ദൈവം അതെല്ലാം ഭംഗിയായി നടത്തിയെടുക്കാതെ അതൊന്നും സാധ്യമാവത്തില്ല എന്നുള്ള ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചു. അപ്പം ഇന്റർസെഷന്റെ ബേസിക്സ് ഒക്കെ എനിക്ക് ആ ഒരു ഇന്റർസെസറി പ്രെയർ, പിന്നീട് എനിക്ക് AGയുടെ പ്രെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രെയറിലൊക്കെ കൂടി വന്ന് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം ദൈവം അവസരം തന്നിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി ദൈവത്തിന്റെ മേഴ്സി, ദൈവത്തിന്റെ ഫേവർ എല്ലാം പ്രാർത്ഥനയിൽ കൂടെ ചോദിച്ചു വാങ്ങുവാൻ വേണ്ടി, അതിനുവേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ വേണ്ടി എല്ലാം ദൈവം എന്നെ സഹായിച്ചു ആ ഒരു പ്രെയർ ടീമിന്റെ ഭാഗമാക്കി വെച്ചതിലൂടെ. അതിനുശേഷം കമ്മിങ് ഇയറിൽ, നെക്സ്റ്റ് ഇയറിൽ എന്റെ ലാസ്റ്റ് ഇയർ ആണ്, അവിടുത്തെ തീരുവാണ്. 2 വർഷമുള്ളായിരുന്നു. ആ ഇയറിൽ നോയൽ വന്നപ്പം എനിക്ക് സാർ പിന്നെയും മെസ്സേജ് അയച്ചു, അക്സ വി ഹാവ് ബിൻ പ്രേയിങ് ഫോർ ദിസ് ഇയേഴ്സ് നോയൽ പ്രോഗ്രാം, എന്നിട്ട് ആങ്കറിങ് ചെയ്യാൻ വേണ്ടി അക്സനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നിയോഗം ലഭിച്ചിരിക്കുന്നത്, ആർ യു വില്ലിംഗ് ടു ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഞാനാണെങ്കിൽ സാർ നമുക്ക് വാട്സാപ്പ് മെസ്സേജസ് ഓപ്പൺ ചെയ്യാതെ റീഡ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു സെറ്റിംഗിൽ ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ ഈ സാറിന്റെ മെസ്സേജ് വന്ന് കണ്ടു. ഞാൻ മനസ്സിലാക്കി എന്താണ് കണ്ടന്റ് എന്നുള്ള കാര്യം. കാരണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ കൊടുക്കണമല്ലോ. എനിക്കാണെങ്കിൽ 1000 പേരുടെ മുന്നിൽ 10 പേരുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി പേടിയുള്ള വ്യക്തി, 1000 അതിന്റെ മുകളിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന്റെ മുൻപിൽ പോയി നിൽക്കുക, അവരുടെ മുൻപിൽ ആങ്കർ ചെയ്യാന്നൊക്കെ വെച്ചാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല ആ ഒരു കാര്യം. അപ്പൊ ഞാൻ ഉടനെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ മെസ്സേജ് അയച്ചു. എനിക്ക് അറ്റ് ദ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് അറിയാം ഇത് നിയോഗമാ. എന്റെ നിയോഗത്തിലോട്ട് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഇങ്ങനത്തെ അവസരങ്ങൾ കൊണ്ടു തരുന്ന എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ പേർപ്പസ്ഫുള്ളി ഞാൻ അത് മറക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവസരം വന്നു, എന്താ ചെയ്യേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം പ്രാർത്ഥിച്ച് കൈ കൊടുക്കുക എന്നുള്ളതാ നിനക്കുള്ള നിയോഗ. പ്രാർത്ഥനയോടുകൂടി ഡയറക്ഷനോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവം ഓൾറെഡി ആ വ്യക്തിയോട് സംസാരിച്ചാണ്. അപ്പൊ അതിൽ പരമായിട്ടൊന്നും പ്രത്യേകിച്ച് ഇനിയും ദൈവത്തിനെ നിനക്ക് കിട്ടാൻ വേണ്ടിയില്ല. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ഇത് നിയോഗമാണെന്ന് നീ മനസ്സിലാക്കുക. ഒരു ദേവദാസൻ പ്രാർത്ഥനയോടുകൂടി നിന്നെ ഏൽപ്പിച്ചതാണ്. നീ പ്രാർത്ഥിച്ചിട്ട് നീ തീരുമാനം പറഞ്ഞു. എന്നോട് യെസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. നീ പ്രാർത്ഥിച്ച് തീരുമാനം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ആൻഡ് ഐ ഫൈനലി ഡിസൈഡഡ് ടു റെസ്പോണ്ട് ടു ദ ഹോളി സ്പിരിറ്റ്. എന്റെ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തൊന്ന് പുറത്തു വരാൻ വേണ്ടി ഞാനൊന്ന് ഫൈനലി തീരുമാനിച്ചു. അതുവരെ ബ്രേക്ക് ചെയ്ത് വന്നോന്ന് ചോദിച്ചാൽ യെസ് വന്നു. പക്ഷെ പിന്നെയും എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്രൗഡ്, മറ്റേ കോളേജിൽ ഒരു 60 കൂടിപ്പോയാൽ 60-100 പേരൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇതൊരു വൈഡർ ക്രൗഡ് എന്ന് പറയുമ്പം എന്റെ കംഫർട്ട് സോൺ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സാറിനൊരു യെസ്, ഐ വിൽ ഡു ഇറ്റ് സർ, ഐ എം ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് ദാറ്റ് ഹി വിൽ എക്വിപ്പ് മീ ടു ഡു ഇറ്റ്. എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുവാനുള്ള, അത് സാറിന് നല്ലപോലെ അറിയാം. കാരണം 2 വർഷമായിട്ട് എന്നെ കാണുന്നതല്ലേ. അപ്പം അത് ഒരു ആങ്കറിങ് റോൾ ചെയ്യാൻ വേണ്ടിയുള്ള കഴിവൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനു വേണ്ടിയുള്ള കഴിവുകളൊന്നും എക്സിബിറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും എനിക്ക് തന്നെങ്കിൽ അത് ദൈവനിയോഗമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ സാറിന് മെസ്സേജ് ഇട്ടു, ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞിട്ട്.
ആൻഡ് അതിന്റെ രസം എന്താന്ന് ചോദിച്ചാല് ഒരു 1 മന്തോളം കിട്ടിയായിരുന്നു നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. എന്റെ കൂടെ കോ ആങ്കർ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെയിലായിരുന്നു. ഓക്കെ, ഒരു സീനിയർ ആയിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ ക്വയറിലും ഉണ്ടായിരുന്നു, ഈ PCF-ന്റെ ഈ പ്രോഗ്രാമിന്റെ ക്വയറിലും ഉണ്ട്. അപ്പം ഞാൻ എന്ന് മെസ്സേജ് ഇട്ടാലും നമുക്കൊന്ന് ആങ്കറിങ് നോക്കാൻ പറ്റുമോ, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണമല്ലോ. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാതെ എങ്ങനെയാ നമ്മൾ ആങ്കറിങ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണമല്ലോ. എങ്ങനെയാ, എന്നാ നമുക്കൊന്ന് കൂടാൻ പറ്റുന്നേ, എന്നാ ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നേന്നൊക്കെ ചോദിക്കുമ്പം ഇനിഷ്യലി ഒക്കെ പറയും സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ ചെയ്യാം. ആ പുള്ളിയാണെങ്കിൽ കുറെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പുള്ളിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒന്നാമതേ പേടിയുള്ള വ്യക്തി, പിന്നെ ചെയ്യാത്ത പരിപാടി ആങ്കറിങ് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇത്രയും വലിയ ക്രൗഡ്, അങ്ങനത്തെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഡോണ്ടിങ് ടാസ്ക് ആയിരുന്നു. അപ്പം തുടക്കത്തിലൊക്കെ ഈ പുള്ളിക്കാരൻ പറയും പിന്നെ സമയമുണ്ട്, പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും സോറി കേട്ടോ, ക്വയർ പ്രാക്ടീസ് ഇന്ന് പറ്റത്തില്ല, നാളെ ആവട്ടെ, നാളെ ആവുമ്പം വേറെ എന്തെങ്കിലും പഠിത്ത സംബന്ധമായിട്ട് ഇന്ന് ഇത് ഈ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഞങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം ഫെലോഷിപ്പും കൊണ്ടുപോകണം, സ്റ്റഡീസും കൊണ്ടുപോകണം. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും ഓരോ കോഴ്സസ് ചെയ്യുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഐ എം ലെറ്റ് ടു സേ വൺ തിങ്. നമ്മൾ പറയുന്ന വലിയൊരു എക്സ്ക്യൂസ് ആയിരിക്കും, അയ്യോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ, എനിക്ക് കുറെ എനിക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഡിഗ്രി, ഞാൻ ഡോക്ടറാ പഠിക്കേണ്ടത്, 5 വർഷത്തെ പഠിത്തമാ, എത്ര കിടന്ന് പഠിച്ചാൽ പറ്റും, ഉറക്കമില്ലാതെ പഠിച്ചാൽ പോലും തീരാത്ത പോർഷനാ. അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്ക്യൂസസ് പറയാനുണ്ടെങ്കിലും ഇറ്റ്സ് അബൌട്ട് ദം ഹാർട്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ചെയ്തെടുക്കുവാനും ദൈവം കൃപ തരും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ അതിന്റെ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യട്ടെ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ പോയി. ഇതുവരെ പ്രാക്ടീസിന് വേണ്ടി എനിക്കൊരു ടൈം തന്നിട്ടില്ല, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ടൈം തന്നിട്ടില്ല. ഈ പ്രോഗ്രാമിന്റെ തലേദിവസമായപ്പം പറഞ്ഞു, ഓക്കെ നമുക്ക് ഒന്ന് സാറിന്റെ മാമിന്റെ അടുത്തൊന്ന് പോയാലോ, എന്തൊക്കെ എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ തലേദിവസമായപ്പം സാറിന്റെ അടുത്ത് പോയി ഇന്നതുപോലൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോഴും ഒന്നും എഴുതാൻ വേണ്ടി തുടങ്ങി. ഓക്കെ നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞു. നാളെ രാവിലെ, പ്രോഗ്രാമിന്റെ ദിവസം രാവിലെ ആയപ്പോഴും ഹി വാസ് സ്റ്റക്ക്, എന്തോ ഒരു കാര്യത്തില് ബിസി ആയിപ്പോയി, ചെയ്യാൻ പറ്റിയില്ല. വൈകിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം, അവിടെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്, അപ്പോഴെല്ലാം ഞാൻ താങ്കൾക്ക് ഇത് വളരെ എളുപ്പമാണ് പറയാൻ വേണ്ടി, അവിടെ വെച്ച് ചെയ്യാനേ ഉള്ളൂ എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, എനിക്ക് പ്രാക്ടീസ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അന്നേരം ഒന്നും എനിക്ക് ഓപ്ഷൻ ഒന്നും ഇല്ല. സീനിയർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയാനും പോയില്ല. ചെയ്തേലേ വന്ന് പ്രാക്ടീസ് ചെയ്തേലേ പറ്റൂ, ഞാൻ ഒന്നും പറയാൻ പോയില്ല. ചുരുക്കം പറഞ്ഞ ഈ ലാസ്റ്റ് പ്രോഗ്രാം തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ് ഒന്ന് ഒരുമിച്ച് കൂടി വരുവാനും എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ള കാര്യം ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഒരു പ്രിപ്പറേഷനും കാര്യമായിട്ട് അതിനകത്ത് വന്നിട്ടില്ല. പ്രെയർ മാത്രമായിരുന്നു ആക്ച്വലി അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ഈ പ്രോഗ്രാമിനെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്റെ ആങ്കറിങ്ങിനെ ഏൽപ്പിച്ചു കൊടുക്കുക, അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അങ്ങനെ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എന്റെ മുട്ട് കിടന്ന് വിറയ്ക്കുക. പക്ഷെ സ്റ്റേജിൽ കയറി ആ സമയം ഐ ഫെൽറ്റ് ദ സ്ട്രെങ്ത് ഫ്രം ദ ലോർഡ്. പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്നത് സ്റ്റേജിൽ കാലുകുത്തി ആ സമയം മുതൽ എന്റെ ഭയം മാറി, എന്റെ ഭീതി മാറി. ചെയ്തു. ആ പ്രോഗ്രാം ഒരു 3 hours ഉണ്ടായിരുന്നു തോന്നുന്നു. 3 hours കോമ്പയർ ചെയ്യാൻ വേണ്ടി, അത്രയും ജനങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ വേണ്ടി എല്ലാം ദൈവം എന്നെ സഹായിച്ചു. ഫ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്ലോസും മിസ്റ്റേക്സും ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക്. പക്ഷെ അതൊന്നും എനിക്കൊരു വറി അല്ലായിരുന്നു, അതൊന്നും എന്റെ കൺസേൺ അല്ലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ കോളിങ്ങിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്തോ ഇല്ലയോ, അതോ ഞാൻ പിന്നെയും ബാക്ക് തിരിഞ്ഞ് നിൽക്കുമായിരുന്നോ, എന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചോ, അത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഒരു കാര്യം. അപ്പം മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അങ്ങനെ എന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ത്രൂ എനിക്ക് ഒത്തിരി ദൈവത്തെ അറിയാൻ വേണ്ടി, ഒത്തിരി എൻ്റെ കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അവിടെ വേർഷിപ്പ് എല്ലാം കോവിഡ് ടൈം വന്നപ്പം വേർഷിപ്പ് ഒക്കെ സൂമിൽ കൂടി ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ ഓൺലൈനിൽ കൂടി വേർഷിപ്പ് ലീഡ് ചെയ്യുവാനും എല്ലാം ദൈവം അവസരങ്ങൾ തന്നു. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചില സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകുന്നത്. ദൈവം പക്ഷെ നമ്മളെ ആ സ്ഥലത്തോട്ടൊക്കെ പറഞ്ഞയക്കുന്നതാണ്. നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും നമ്മളെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്.
ഇവിടെ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്, നമ്മളെ കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം. ഹിസ് പേർപ്പസ് ആൻഡ് ഹിസ് കോളിംഗ് ഇസ് വെരി യുണീക്. ജെറമയോട് പറഞ്ഞു, ബിഫോർ യു വർ ഇൻ യുവർ മദേഴ്സ് വൂം ഐ ചോസ് യു. ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ബിഫോർ വി വർ ഈവൻ ക്രിയേറ്റഡ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്താണ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി. നമ്മൾക്ക് ഒത്തിരി ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി ടാലൻസ്, ഒത്തിരി ഒത്തിരി അവസരങ്ങളും ദൈവം തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല. പലപ്പോഴും വി ഫെയിൽ. പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തിറങ്ങുവാൻ വേണ്ടി നമ്മൾ മടിക്കുന്നു. നമ്മുടെ എസ്തറിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് തന്നെയായിരുന്നു. വെൻ she was asked to go before the king, എസ്തർ പറഞ്ഞു 30 ഡേയ്സിലേക്ക് ഞാൻ പോകാൻ വേണ്ടി ഐ ഹാവ് നോട്ട് ബിൻ കോൾഡ്. അറിയാവല്ലോ, ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ, കിങ്ങിന്റെ സമ്മണിങ് ഇല്ലാതെ ഒരാൾ കിങ്ങിന്റെ മുന്നിൽ തന്നെ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ മരിക്കുവാനുള്ള സാഹചര്യം പോലും ഉണ്ട്. അപ്പോഴാണ് she was reminded, you have been called for such a time as this. നീ ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ നിനക്ക് പകരം ദൈവം ഒരാളെ ഉയർത്തും. പക്ഷെ നിന്റെ കാര്യം, നീയും നിന്റെ ഫാമിലിയും നിന്റെ ഹൗസ് ഹോൾഡും പെരിഷ് ചെയ്തെന്നിരിക്കും. അപ്പം നമ്മളുടെ കോളിംഗ് ഭയങ്കര യുണീക്കാണ്. നമ്മുടെ ശുശ്രൂഷ നമുക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അക്സയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ അക്സയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അവിടെ ഏഞ്ചലിന് വന്ന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ആക്കി വെച്ചിരുന്നത് മർത്തോമ കോളേജിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുമാണ്. ചേച്ചി ആക്കി വെച്ചിരുന്നത് മെഡിക്കൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെയാ. അപ്പം നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റിയ ദൈവപ്രവർത്തികളുണ്ട്. അതിനെല്ലാം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ എക്സ്ക്യൂസസ് ഒക്കെ, മോശ ഒത്തിരി എക്സ്ക്യൂസ് പറഞ്ഞ വ്യക്തിയാ. പക്ഷെ അവസാനം മോശയോട് ദൈവം പറഞ്ഞു, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. എന്റെ പ്രസൻസ് നിന്റെ കൂടെ പോകുമെങ്കിൽ വൈ ഇസ് ദെയർ എ നീഡ് ടു ഫിയർ? നീ പേടിക്കേണ്ട, എന്റെ പ്രസൻസ് നിന്നെ ശക്തീകരിക്കും. ആൻഡ് ഐ വിൽ പുട്ട് വേർഡ്സ് ഇൻ ടു യുവർ മൗത്ത്. അതാ മോസസിനോട് പറഞ്ഞു, യു ജസ്റ്റ് ഹാവ് ടു ഓപ്പൺ യുവർ മൗത്ത്. എന്നെയും ദൈവം പഠിപ്പിച്ച കാര്യം, ഞാനിപ്പോ ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും, ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ പ്രാർത്ഥനയോടുകൂടി അത് ഞാൻ ടേക്കപ്പ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചിട്ട് ഐ ടേക്ക് ഇറ്റ് അപ്പ്. കാരണം ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ വായ തുറന്നാൽ മാത്രം മതി, നിറയ്ക്കുവാൻ ദൈവം കഴിവുള്ള ദൈവമാണ്. ആൻഡ് ഞാനല്ല ഒരു കാര്യം, ഞാനൊരു വെസൽ മാത്രമാണ് ദൈവത്തിന്റെ കരങ്ങളിൽ. ഞാനൊരു ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ എന്നിൽ കൂടെ പരിശുദ്ധാത്മാവാണ് ആൾക്കാരോട് പ്രവർത്തിക്കുന്നത്, ആൾക്കാരോട് ഇടപെടുന്നത്, ആൾക്കാരോട് മിനിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള പാഠവും, അങ്ങനെ ആത്മീകമായി ഒത്തിരി പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നെ സഹായിച്ചു. ആൻഡ് അവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. വിക്ടർ സാറിന്റെ മിനിസ്ട്രി ആക്ച്വലി എന്നെ ഒത്തിരി ടച്ച് ചെയ്ത മിനിസ്ട്രി ആയിരുന്നു. സാറിന്റെ ഫാമിലിയുടെ മിനിസ്ട്രി. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഫാമിലീസിനെ എല്ലാം വിട്ടു നിൽക്കുന്നതായിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആ സാറിന്റെ ഭവനം ഒരു സ്വന്തം ഹോമായിട്ട് മാറിയിരുന്നു. ആൻഡ് എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഭവനമായിരുന്നു സാറിന്റെ ഭവനം. മോർ ദാൻ എ പ്രൊഫസർ, ഹി വാസ് ലൈക്ക് എ ഫ്രണ്ട് ഫോർ അസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് ആയിരുന്നു സാറ്. ആൻഡ് ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്തും ഓപ്പൺ അപ്പ് ചെയ്യുവാനും എല്ലാം ഞങ്ങൾക്കൊരു മെന്റോറായിട്ടും ദൈവത്തിന്റെ ഡയറക്ഷൻ പറഞ്ഞു തരാൻ, ദൈവിക വഴികളിൽ ഞങ്ങളെ നടത്തുവാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയിലെ ദൈവം സാറിനെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇഫ് സർ വാസ് നോട്ട് ദെയർ, സർ ഇപ്പൊ ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? അവിടെ വരുന്നതായിട്ടുള്ള ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് അവിടെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. അത് ക്വസ്റ്റ്യനബിളാ. കാരണം അതിന് പകരം വേറൊരു വിക്ടർ സാർ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം, അതിന് പകരം വേറൊരു വ്യക്തി ഉണ്ടോ? ആ പാഷൻ സ്റ്റുഡൻസിന് വേണ്ടി സാറിനെ ഡ്രൈവ് ചെയ്തത് സ്റ്റുഡൻസ് തെറ്റിപ്പോയല്ലോ. ആ യൂണിവേഴ്സിറ്റി വന്ന് വലിയ വാസ്റ്റ് ക്യാമ്പസ് ആട്ടോ. ഏത് മൂലയ്ക്ക് കാട് പോലെ, ചുറ്റിനും കാട്, ജംഗിൾ പോലെ ഉള്ള പ്രദേശം. അപ്പം ഏത് മൂലയ്ക്ക് മാറി നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്താലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് അഡിക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ചിലപ്പം ക്യാമ്പസുകളിൽ പല മുറികളിലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ പല സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ മാന്യൂർ, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹി വാസ് വില്ലിംഗ് ടു ഓപ്പൺ അപ്പ് ഹിസ് ഹൗസ്. ഐ തിങ്ക് ഹിസ് ഹൗസ് വാസ് E10 എന്നാ സാറിന്റെ ക്വാർട്ടേഴ്സ്. അപ്പൊ സാറിന്റെ ക്വാർട്ടേഴ്സ് സാർ ഓപ്പൺ ആക്കി വെച്ചിരുന്നു ഒത്തിരി സ്റ്റുഡൻസിന് കയറി വരാൻ വേണ്ടി. ഒരു ഏജ് ലിമിറ്റേഷൻ ഇല്ല, പ്രായമുള്ള മനുഷ്യനാ. സാറിന്
പോളിയോ വന്നിട്ട് ഹി ഹാഡ് ഹിസ് ഓൺ ലിമിറ്റേഷൻ. കുഞ്ഞിലെ പോളിയോ വന്നിട്ട് ഒരു കാല് സാർ ലിംപ് ചെയ്താ നടക്കുന്നത്. പക്ഷെ നത്തിങ് ഇസ് എ ലിമിറ്റേഷൻ ഫോർ ഹിം. സാറിന്റെ ജീവിതത്തിൽ നിന്ന് പറയാനാണെങ്കിൽ നത്തിങ് വാസ് എ ലിമിറ്റേഷൻ ഫോർ ഹിം. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാ, HOD ആയിട്ട് സെർവ് ചെയ്യുന്ന സാറാണ്. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ പറയാം, ഓ ഇത്രയും ചുമതലകളുണ്ട്, ഇനി ഒരു ചുമതലയും കൂടി എനിക്ക് വേണ്ട, അതാരെങ്കിലും ചെയ്യട്ടെ. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും അവർ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞായറാഴ്ച ഇവർക്കൊക്കെ പള്ളി കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും പറയാതെ സാറിന്റെ ആ ബേർഡൻ, സാറിന്റെ ആ ഒരു പാഷൻ കാരണം സാർ ആ ഫെലോഷിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അത് അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആ. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിനെ അറിയാത്തതായിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ നേടുവാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരമായി ആ ഫെലോഷിപ്പ് മാറി. ഞങ്ങൾക്ക് പേഴ്സണൽ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. ഗേൾസ് എല്ലാം ഏതെങ്കിലും ഗേൾസ് ഹോസ്റ്റലിൽ ഒരുമിച്ച് കൂടി വരും. ബോയ്സ് എല്ലാം ഒരു പ്രേയർ റൂം ഉണ്ടായിരുന്നു, ഈ ഫെലോഷിപ്പ് റൂം ഉണ്ടായിരുന്നു. ബോയ്സ് എല്ലാം അവിടെ കൂടി വരും. അങ്ങനെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒത്തിരി പഠിക്കാൻ വേണ്ടി കാരണമായ ഒരു സ്ഥലമായിരുന്നു അത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ, പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ഗിവിങ്, അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ബേസിക്സ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആ ഒരു യൂണിവേഴ്സിറ്റി മുഖാന്തരമായി എൻ്റെ പഠിത്തത്തിനെക്കാട്ടിൽ ഉപരിയായി എനിക്ക് തോന്നുന്നു എൻ്റെ സ്പിരിച്വൽ സൈഡ് ഫോം ചെയ്തു എന്നതാണ് ആ യൂണിവേഴ്സിറ്റിയിൽ കൂടി എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. സാറിന്റെ ജീവിതത്തിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നമ്മൾക്കും ഒത്തിരി അനേകം കുഞ്ഞുങ്ങൾ, നമ്മളൊക്കെ ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളായിരിക്കത്തില്ല ചിലപ്പം. വി ഹാവ് ടു ഓപ്പൺ അവർ ഐസ്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എനിക്ക് നിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുന്നേ നീ കൊണ്ടിട്ടിരിക്കുന്ന വ്യക്തികൾ ആരാ, എൻ്റെ മിഷൻ ഫീൽഡ് ഏതാ, എനിക്ക് വേല ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ മിഷൻ ഫീൽഡ് ഏതാ, എൻ്റെ ഐസിനെ ഓപ്പൺ ചെയ്യണമേ, എൻ്റെ ഇന്നർ ഐസിനെ ഓപ്പൺ ചെയ്യണമേ, അതൊന്ന് കാണുവാൻ വേണ്ടി, അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ വേണ്ടി. നമ്മളൊക്കെ നഴ്സസ് ആയിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി നിരവധി പേഷ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും വരുന്നത്. ദൈവത്തിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, പകർന്നു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് രീതി എന്നുള്ളത് ദൈവം പറഞ്ഞു തരും. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു വില്ലിംഗ് ടു ഡു ഇറ്റ്? നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ദൈവം ഈസ് മോർ ദൻ വില്ലിംഗ് ടു ഡു ഇറ്റ് ത്രൂ യു. അങ്ങനെ ഒരു ഓപ്പൺ ഹൗസ് ആവാൻ വേണ്ടി നിങ്ങളുടെ ഹൗസ് അവൈലബിൾ ആക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ യൂണിവേഴ്സിറ്റീസിന്റെയും സ്കൂൾസിന്റെയും ഒക്കെ അടുത്താണെങ്കിൽ, ഹോസ്റ്റലേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെയാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങളുടെ ഭവനം അവർക്ക് വന്ന് ഫെലോഷിപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് വന്നൊന്ന് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്പൺ ഹാർട്ട് ഉണ്ടോ? അതിനുവേണ്ടി നമുക്കൊരു ഓപ്പൺ ഹാർട്ട് ഉണ്ടോ? പലരെയും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോലും മടിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കൺവീനിയൻസ് നോക്കിയിട്ട്, ജോലിയുടെ തിരക്കുകൾ, ഇതിന്റെ ഇടയ്ക്ക് ഇനിയും കുക്കിംഗ്, ഇതിന്റെ ഇടയ്ക്ക് ഇനിയും ഒരു ഗസ്റ്റിനെ നമ്മൾ എങ്ങനെ ഹോസ്റ്റ് ചെയ്യും. പലപ്പോഴും നമ്മുടെ സഭകളിലെല്ലാം പല ശുശ്രൂഷകർ വരാറുണ്ടല്ലേ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി. പല ശുശ്രൂഷകർക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പപ്പ മിനിസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, എപ്പോഴും ഹോസ്റ്റ് ചെയ്യുന്നവർ തന്നെയാ പിന്നെയും ഹോസ്റ്റ് ചെയ്യുന്നത്. ചുരുക്കം ചില ആളുകളുണ്ട് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓരോ സഭകൾ ഡിപ്പെൻസ്, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമല്ല, പക്ഷെ ഞാൻ പറയുന്നത് പലപ്പോഴും ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ പ്രേയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രിപ്പറേറ്ററി പ്രേയറിന് കൂടി വരുന്നവർ തന്നെ കൂടി വരുന്നു. പുതിയതായിട്ട് ആരും ഇല്ല. ഇത് അവരുടെ ഒരു മേഖല, അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം റിസോഴ്സസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിസോഴ്സസിനെ എല്ലാം യൂസ് ചെയ്യണം. ഒരു ദേവദാസിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരവസരം ലഭിക്കുകയാണെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യണം. അന്നേരം എക്സ്ക്യൂസസും കാര്യങ്ങളും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. പോണ്ടിച്ചേരിയിലെ എക്സ്പീരിയൻസസിൽ അത്രയുമേ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ UK-യിലേക്ക് എൻ്റെ ഫെർദർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഞാൻ UK-യിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇടയായി. UK-യിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ടെസോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോഴും എനിക്ക് ദൈവം നല്ലൊരു ദൈവസഭയെ തന്നു. ആരാധിക്കുവാനും പ്രേയറിന് ഒരുമിച്ച് പോവാനും, എന്നെ പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി, സഭയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം സഭയിലെ വേറെ മെമ്പേഴ്സ് എല്ലാം തയ്യാറായിരുന്നു. അങ്ങനെ എനിക്ക് നല്ലൊരു സഭ ദൈവം തന്നു. വളരുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, വചനത്തിൽ വളരുവാൻ, പ്രേയറിൽ വളരുവാൻ എല്ലാം ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവം തന്നു. അതിനുശേഷം വേറൊരു സഭയുമായുള്ള ബന്ധത്തിൽ ഞാൻ പിന്നെ റീലൊക്കേറ്റ് ചെയ്തിട്ട് അടുത്ത സഭയുമായുള്ള ബന്ധത്തിൽ എനിക്ക് സൺഡേ സ്കൂൾ മിനിസ്ട്രിയിലേക്ക് കയറുവാൻ വേണ്ടി ദൈവം അവസരം തന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം ദൈവം തന്നു. ആൻഡ്
എനിക്ക് സൺഡേ സ്കൂളിന്റെ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്ക് കയറുവാൻ വേണ്ടി ഒരു 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 സ്ലോ ഒരു 2 സർവീസസ് ആയിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു ചർച്ചിൽ മോർണിംഗ് സ്ലോട്ടിൽ ഒരു സ്ലോട്ട് ലീഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു അവസരം എല്ലാം ദൈവം തന്നു. അപ്പം അതെല്ലാം എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ സാധിച്ചത് എന്റെ ഇനിഷ്യൽ ഇയേഴ്സിൽ ഉണ്ടായിരുന്ന ഫിയർ എല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്ത് എന്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി തയ്യാറായപ്പോഴാണ്. അല്ലെങ്കിൽ ആ ഹോളി സ്പിരിറ്റിനോട് കംപ്ലീറ്റ്ലി സറണ്ടർ ആവാൻ വേണ്ടി ഞാൻ എപ്പോഴാണോ തയ്യാറായത്, അപ്പോഴാണ് ദൈവം എന്നെ കൂടുതൽ കൂടുതൽ അവസരങ്ങളും തന്നു, കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും തന്ന് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഇഫ് യു റെസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് കോൾ. ഇനിഷ്യൽ കോളിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് തരും, സെക്കൻഡ് കോൾ തരും. ഇനിഷ്യൽ കോൾ തന്നിട്ടും അതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരാളോട് എങ്ങനെയാ ദൈവം സെക്കൻഡ് കോൾ തരുന്നത്? സോ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഹി ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. ഞാൻ പലപ്പോഴും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഒത്തിരി അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഒത്തിരി തവണയൊക്കെ ഞാൻ ഫെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം എപ്പോഴും രണ്ടാം ഊഴങ്ങളുടെ ദൈവമാണ്. ദൈവം എനിക്ക് ഒത്തിരി അവസരങ്ങൾ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒത്തിരി അവസരങ്ങൾ എനിക്ക് വീണ്ടും കൊണ്ടു തന്നു. ഞാൻ പലപ്പോഴും അറിവില്ലായ്മയുടെ പേരിലൊക്കെ ഞാൻ നമുക്ക് എപ്പോഴും വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, സേറ്റൻ നമ്മുടെ മുകളിൽ കുറെ ലേബിൾസ് കൊണ്ടിടാൻ വേണ്ടി ശ്രമിക്കും. നീ ഒരു ഇൻട്രോവേർട്ടാ, നീ ഒരു ഷൈയാ, നിന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല, നിന്റെ കഴിവിൽപ്പെട്ടതല്ല, അതൊക്കെ നിന്റെ ചേച്ചിക്ക് പറ്റിയത്, അല്ലെങ്കിൽ അതൊക്കെ നിന്റെ പപ്പ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിരിക്കാം, ഞാൻ എന്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. സേറ്റൻ കൊണ്ടിടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ലേബിൾസിനോട് പ്ലീസ് ട്രൈ ടു ഐഡന്റിഫൈ ദാറ്റ് ഇറ്റ്സ് ഫ്രം ദ സേറ്റൻ. നമ്മുടെ കോളിംഗിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുകളിൽ കൊണ്ടിരുന്ന ലേബിൾസ് ആണ് അതെല്ലാം. അതൊന്നും ദാറ്റ് ഡസൻ ഡിഫൈൻ ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് അതല്ല ഡിഫൈൻ ചെയ്യുന്നത്. ആ ലേബിൾസിനെ എല്ലാം ഡിഫൈ ചെയ്ത് അതിനെതിരെ പറയുവാൻ വേണ്ടി, ഐ ഹാവ് ബിൻ ചോസൻ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആള്, ഐ ഹാവ് ബിൻ ചോസൻ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്, ദൈവത്തിന്റെ ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടി ഞാൻ ചോസൻ ആയിരിക്കുന്ന വ്യക്തിയാണ്, എന്നെ കൊണ്ട് സാധിക്കും, വാക്യങ്ങൾ പറയുക, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. അങ്ങനെ പ്രൊക്ലമേഷൻസ്, അഫർമേഷൻസ് ഓഫ് ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ദൈവം എന്നിൽ ചെയ്തെടുത്ത ഒരു പണി എന്റെ ഐഡന്റിറ്റിയെ പണിയുക എന്നുള്ളതായിരുന്നു. എന്റെ ഐഡന്റിറ്റി പണിയുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം എന്റെ ഐഡന്റിറ്റി പണിതാൽ മാത്രമേ ദൈവത്തിന് എന്നിൽ കൂടെ എന്നിൽ കൂടെ ഒരു പ്രവൃത്തി നടക്കത്തുള്ളൂ. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഐഡന്റിറ്റിയിൽ പല ഫ്ലോസ് കാണും. പക്ഷേ ടുഡേ ഐ വാണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് എ ഗോഡ് ഹു കൻ എൻകൗണ്ടർ യു. നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള ഏത് പ്രതിസന്ധിയുടെ ഘട്ടമാണെന്ന് പറഞ്ഞാലും, ചിലപ്പം ബിഹേവിയറിലായിരിക്കാം, ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ്സിലായിരിക്കാം, ചിലപ്പം ചില ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയതായിരിക്കാം. ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് അതിലെല്ലാം കയറി വരാൻ വേണ്ടി സാധിക്കും. ദൈവത്തിൽ അതിലെല്ലാം കയറി വന്നിട്ട് ദൈവത്തിന് അതിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി സാധിക്കും. എന്റെ കാര്യത്തിൽ എന്റെ ബിഹേവിയർ, ഞാൻ ഇൻട്രോവേർട്ട് ആണ്, ഞാൻ ഷൈ ആണ് എന്ന് ഞാൻ എന്നെ തന്നെ ലേബൽ ചെയ്തിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനല്ല, നിന്റെ മേൽ അത് സേറ്റിന് ഇടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ലേബലാണത്. യു ആർ നോട്ട് ദാറ്റ്. ആൻഡ് ഞാൻ UK വന്നതിന് ശേഷം ആൾക്കാരൊക്കെ എന്നോട് ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അക്സ എങ്ങനെയാ ഇത്രയും ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്നത്? അക്സ എന്ത് പെട്ടെന്ന് റാപ്പോ ബിൽഡ് ചെയ്യുന്ന ആളുകളുമായിട്ട്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അക്സയ്ക്ക് ഒരു പ്രത്യേക കഴിവാണല്ലോ കുഞ്ഞുങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ അതല്ലായിരുന്നു. പക്ഷേ വെൻ ഐ സറണ്ടർ മൈ സെൽഫ്, ഞാൻ ദൈവത്തിന് മുൻപാകെ എന്നെ സമർപ്പിച്ചപ്പം ഹി സ്റ്റാർട്ടഡ് ചേഞ്ചിങ് മീ. എന്റെ ബിഹേവിയേഴ്സിനെ, എന്റെ ആറ്റിറ്റ്യൂഡിനെ എല്ലാം ദൈവം മാറ്റി, ദൈവം ട്രാൻസ്ഫോം ചെയ്തു. കാരണം ട്രാൻസ്ഫോം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ കോളിങ്ങിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. ദൈവത്തിന് എന്നിൽ കൂടെ ഒത്തിരി ദൈവപ്രവൃത്തി ചെയ്തെടുക്കാൻ വേണ്ടിയുണ്ട്. ഒത്തിരി അനേകം ആളുകളോട് എനിക്ക് ദൈവത്തെ പറ്റി പറയാനുണ്ട്. അവിടെ ഇപ്പം ഞാൻ എന്റെ ഫിയറും എന്റെ ഷൈനസും കൊണ്ടൊക്കെ ഇരുന്നാൽ അതൊരു വലിയ ലിമിറ്റേഷൻ ആണ്. അപ്പം പിശാച് കൊണ്ടിരുന്ന ലേബിൾസ് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ കോളിംഗിലേക്ക് നമ്മളെ കടത്താതിരിക്കാൻ വേണ്ടി, നമ്മളെ പിന്നോട്ട് വലിക്കാൻ വേണ്ടിയുള്ള ലേബിൾസ് ആണ്. ആ ലേബിൾസിനെ എല്ലാം ഡിഫൈ ചെയ്ത് സെൽഫ് പ്രൊക്ലമേഷൻസ്, അഫർമേഷൻസ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള അഫർമേഷൻസ് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിരുന്നു. ഒരു സമയത്ത് ആരോടും മിണ്ടാതെ ചോദിക്കുന്നതിന് മാത്രം ഉത്തരങ്ങൾ കൊടുത്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ പുതിയതായിട്ട് ചർച്ചിൽ ഒരാൾ വന്നാലും ഞാൻ അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ അവരോട് പോയി മിണ്ടി സംസാരിച്ച് പരിചയപ്പെടാനും ഫ്രണ്ട്സ് ആവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുമായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു.
അങ്ങനെ മിനിസ്ട്രിയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങളെല്ലാം ഒന്നും തള്ളിക്കളയാതെ ആശ്രയിച്ച് എൻ്റെ നിയോഗമാണെങ്കിൽ ആ നിയോഗം ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടിരിക്കുന്നു. അങ്ങനെ അനേകം കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കെല്ലാം മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി ദൈവം അവസരം തന്നു. ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുറെ നോഷൻസിനെ ദൈവം ബ്രേക്ക് ചെയ്തു. ഇംഗ്ലീഷ് ശൈലി, കൾച്ചറൽ ഡിഫറൻസസിന്റെ എന്നെ ഇൻഫാക്ട് എന്റെ പേഴ്സണാലിറ്റിയെ തന്നെ ചേഞ്ച് ചെയ്ത ഒരു കൾച്ചർ ഷോക്ക് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. ബോംബെയിൽ ചെന്നിട്ട് ഉള്ള ഒരു കൾച്ചർ ഷോക്ക് കാരണമാണ് ഞാൻ കുറച്ചുകൂടെ ഇൻട്രോവേർട്ട് ആയി മാറിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷവും വേറൊരു കൾച്ചർ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ഒത്തിരി മൾട്ടിപ്പിൾ എത്നിസിറ്റി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയൊക്കെ കാണുവാനും അവരുമായിട്ട് ഫെലോഷിപ്പ് ഒക്കെ കൂടുവാനും എല്ലാം പറ്റിയപ്പോൾ ദൈവം കുറെ മെന്റൽ സ്ട്രോങ് ഹോൾസിനെ പിന്നെയും ബ്രേക്ക് ചെയ്തു. ദാറ്റ് ചില നോഷൻസ്, ചില ജഡ്ജ്മെന്റ്സ് ഉണ്ടായിരുന്നു, ചില പ്രീ സെറ്റ് കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരിക്കും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ദൈവത്തിന് മുൻപാകെ വരേണ്ടത്, അങ്ങനത്തെ നോഷൻസ് എല്ലാം ദൈവം ബ്രേക്ക് ചെയ്യാനും കുറെ പാഠങ്ങൾ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ ഓൾ ദ വണ്ടർഫുൾ വേസ് ഇൻ വിച്ച് ഹി ഹാസ് ലെഡ് മീ. ഇതുവരെ അനേകം വേറെ കുറെ ലൈഫിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഷാറ്റേർഡ് ആയി പോകാമെന്ന ഈ ഇറങ്ങിയതുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ട് ഒത്തിരി ഐസൊലേഷൻ, ഒത്തിരി എന്താ പറയുന്ന ആളുകളുടെ പരിഹാസം, നിന്ന, അതെല്ലാം ഫേസ് ചെയ്തപ്പോഴും അവിടെ എല്ലാം പിടിച്ചു നിൽക്കുവാൻ എല്ലാം കൃപ തന്ന ഒരു ദൈവമുണ്ട്. ലൈഫിന്റെ ഏതൊരു എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വി ഷുഡ് നെവർ ഫൊർഗെറ്റ് ദാറ്റ് ദൈവം അനുവദിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിലൂടെയും കടന്നു പോകുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഭവിക്കുന്നത്, ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആക്കപ്പെടുന്നത്, ചില കാര്യങ്ങൾ നമ്മളെ ദൈവത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും ആ സിറ്റുവേഷൻസിൽ കടന്നു പോയിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. എനിക്ക് ആ ഒരു ബ്രോക്കൺ എക്സ്പീരിയൻസ് എൻ്റെ 12th കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കരിയർ സംബന്ധിച്ച് ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ട് ഞാൻ ദൈവത്തിന് മുൻപാകെ ഇരുന്നില്ല എങ്കിൽ ചിലപ്പോൾ എനിക്ക് അത്രയധികം പ്രാപിക്കുവാനും എൻ്റെ ചിലപ്പം ഫോർമേഷൻ കുറച്ചുകൂടെ ഡിലേ ആയി പോയേനമായിരുന്നു. പക്ഷെ അപ്പം ഓരോ സാഹചര്യങ്ങളും പിശാച് തിന്മയ്ക്കായി ചെയ്യുവാൻ വേണ്ടി നോക്കുന്നുവെങ്കിലും ദൈവം അതെല്ലാം നന്മയ്ക്കായി കൂട്ടി വരുത്തുന്ന ദൈവമാണ്. ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഹി ഹാസ് ഗിവൺ മീ. ഇതുവരെ കൊണ്ടുവന്നു, ഇതുവരെ നടത്തി. ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിവില്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫിയറിനെയും ആങ്സൈറ്റിനെയും ഈ പ്രഷറിനെയും എല്ലാം ഓവർകം ചെയ്യുവാൻ എല്ലാം ദൈവം സഹായിച്ചു. ഒത്തിരി ചിന്താ തലങ്ങളിൽ ദൈവം വ്യത്യാസം കൊണ്ടുവന്നു. ഒത്തിരി പെർസെപ്ഷൻസ് മാറി. മിനിസ്ട്രിയെ പറ്റി, കോളിങ്ങിനെ പറ്റി ഒക്കെയുള്ള പെർസെപ്ഷൻസ് ഒക്കെ മാറി. ആൻഡ് കുറെ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. എല്ലാത്തിനായും ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തിനും ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിനായി പാസ്റ്ററിനും ഒന്നുകൂടെ നന്ദി പറയുന്നു. ഐ വോണ്ട് ടു കൺക്ലൂഡ് വിത്ത് എ വേർഡ് ഓഫ് പ്രേയർ. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ഹല്ലേലൂയ അപ്പ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പ. ലഭിച്ച നല്ല അവസരത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ അപ്പ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്കെല്ലാം അനവധി ടാലൻസും ഒത്തിരി അവസരങ്ങളും നീ തരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അതൊക്കെ ബറി ചെയ്ത് ഇരിക്കുന്നവരായിരിക്കുന്നു അപ്പ. എന്നാൽ ഇന്നത്തെ ദിവസം ഹല്ലേലൂയ അപ്പ, ഞങ്ങളുടെ കോളിങ്ങിലേക്കൊക്കെ ഞങ്ങൾ കടക്കാതെ ഞങ്ങൾ റിഫ്രെയിൻ ചെയ്ത് മാറി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ അപ്പ, പല എക്സ്ക്യൂസസും പറഞ്ഞ് ഞങ്ങളുടെ കോളിങ്ങിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റാതെ സേറ്റൻ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ലേബൽസ് എല്ലാം സത്യമാണെന്ന് വിചാരിച്ച് അതിനോടെല്ലാം ഹല്ലേലൂയ സ്തോത്രം, അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിലെല്ലാം ഒരു വ്യത്യാസം വരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നീ ഏതൊരു അവസ്ഥയിലും ഞങ്ങളെ എൻകൗണ്ടർ ചെയ്യുന്ന ദൈവമാണ്. ഏതൊരു അവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പ. ഞങ്ങളുടെ ഓരോ സാഹചര്യങ്ങളെയും അപ്പ ഞങ്ങൾ സറണ്ടർ ചെയ്ത് തരുന്നു അപ്പ. We submit ourselves just as we are, Father God, and we pray, Father God, that you work
ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പണിയെ നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഐഡന്റിറ്റി ഹല്ലേലൂയ സ്തോത്രം അതിന്റെ പൂർണ്ണതയിൽ അത് മനസ്സിലാക്കുവാൻ തക്കോണം അപ്പ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതായിട്ടുള്ള വിളി അതിന്റെ പൂർണ്ണതയിൽ അതിനെ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ തക്കോണം എല്ലാം ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അപ്പാ. അവരൊക്കെ ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവരൊക്കെ ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളിൽ അപ്പാ നീ അവരെ എൻകൗണ്ടർ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു അപ്പാ. പാസ്റ്റിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ അരോമ ടിവിയിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇത് അനേകം പേർക്ക് അനേകരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമായി തീരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റിനെ ഫാമിലിയായി സമർപ്പിക്കുന്നു, ബ്ലെസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു അപ്പാ. മക്കളെ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു അപ്പാ. മിനിസ്ട്രീസിനെ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ, അമേൻ. താങ്ക് യു പ്രിയ അക്സ മരിയം വർഗീസ്. പ്രിയ മോളെ, കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ അവസരത്തിൽ ദൈവം ബലപ്പെടുത്തി, ദൈവം നടത്തിയ, ദൈവം നൽകിയ പ്രത്യേക അഭിഷേകത്തിനായി, നിയോഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അച്ഛന്റെ മകൾ എന്ന നിലയിൽ സുഹൃത്തുക്കൾക്ക്, അധ്യാപകർക്ക്, സമൂഹത്തിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്നാൽ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവര് പറയും അച്ഛൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് ഒരു ലിമിറ്റേഷൻ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ വല്ലാതെ നമ്മളൊരു ബേർഡനിലേക്കായി പോകും. അവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻട്രോവേർട്ട് ആയി പോകും. അതൊരു പക്ഷെങ്കിൽ അറിയാത്ത സമയത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മോള് പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, നിയോഗം. അത് മനുഷ്യന്റെ എക്സ്പെക്ടേഷന്റെ ഓപ്പോസിറ്റ് ആണ്. അത് ദൈവത്തിൽ നിന്ന് നമ്മിൽ പകർന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് ഒരു വൃക്ഷത്തിൽ ഉളവായി വരുന്നതായ ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസിലായിരിക്കും. എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. വാത്സല്യ മാതാപിതാക്കന്മാർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം നൽകാറുണ്ട്. എന്നാൽ എത്ര മക്കളുണ്ടെങ്കിലും ഓരോരുത്തരും അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവരെയും കുറിച്ചുള്ളതായ ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ജനത്തിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ഫ്രണ്ട്സിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് നമുക്ക് വരാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ, ദൈവത്തിന്റെ നിയോഗത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരും ആയിരിക്കാൻ കഴിയുകയില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. മനുഷ്യനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയവും മാനസിക സമ്മർദ്ദങ്ങളും ഒത്തിരി സിറ്റുവേഷനുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ നമ്മുടെ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്ന ആ നിയോഗം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാനും ഭയം ഇല്ലാതെ ഏത് പ്രതിസന്ധിയെയും ഏത് സാഹചര്യത്തെയും ഓവർകം ചെയ്യുവാനും കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അവിടെ ഏജ് ഒരു ലിമിറ്റഡ് അല്ല, ഏജ് ബാർ അല്ല, അത് ജെൻഡർ ബാറും അല്ല, അത് എഡ്യൂക്കേഷനും അതിനകത്ത് ഒരു പരിധിയല്ല. നമ്മുടെ നോളജോ നമ്മുടെ ട്രഡീഷനോ ഒന്നും അതിനകത്ത് ഒരു ലിമിറ്റേഷൻ അല്ല. പകരം നമുക്കറിയാം, ശലോമോന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവം ശലോമോനെ അനുഗ്രഹിച്ചു.
അതിനു മുൻപോ അതിനു ശേഷമോ അതുപോലൊരു വ്യക്തി ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ദൈവസന്നിധിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് പോകാൻ കഴിയില്ല. പകരം ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ്. പ്രിയ അക്സമോളെ ദൈവാ നിലയിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. ആ ഒരു നിയോഗം പ്രിയ മകളുടെ മേലെ ഉണ്ട്. തീർച്ചയായിട്ടും മനുഷ്യന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ദൈവം നമുക്ക് തന്നതായ നിയോഗത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് നമുക്ക് കാണുവാൻ, നമുക്ക് കേൾക്കുവാൻ, നമ്മുടെ ലൈഫ് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളതായി തീരുവാൻ ദൈവം നമുക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ടായിരിക്കാം ഒത്തിരി ഇൻട്രോവേർട്ട് ആയി പോയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭയം, നിരാശകൾ. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പേരൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അവരുടെ ടീച്ചേഴ്സിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അവരുടെ ഫ്രണ്ട്സിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പലർക്കും ഉയരാൻ കഴിയാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ നിരാശയിലേക്ക്, അവർ സൈക്കോളജിക്കലി വളരെ ഡിസ്റ്റർബ് ആയി തീരാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവര് അത് മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത വായിച്ചു. ഒരു ടീച്ചർ, ട്യൂഷൻ ടീച്ചർ ക്ലാസ് ടെസ്റ്റ് ഇട്ടപ്പോൾ 40 മാർക്കാണ് ടോട്ടൽ. ആ കുട്ടി 38 മാർക്ക് സ്കോർ ചെയ്തു. 2 മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ആ കുട്ടിയെ ഒരുപാട് ശകാരിക്കുവാനും ആ കുഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുവാനും ഇടയായി തീർന്നു. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തില് സാധാരണ നമ്മൾ കണ്ടും കേട്ടും വരികയാണ്. എന്നാൽ അവരുടെ നടുവിൽ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന് നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം എക്കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ അക്സമോളെ, ദൈവം ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക്, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് മറ്റു സമൂഹത്തിലേക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം അയക്കുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് മേഖലകളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും രോമാ ടിവിയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിന് ദൈവത്തിന് നന്ദി പറയുകയും പ്രിയാക്സിയുള്ളതായ നന്ദി സ്നേഹം കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി, ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്കുള്ള എക്സ്പെക്ടേഷൻ അല്ല വലുത്, പകരം അവരെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ നിയോഗമാണ് വലുത് എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടാകണം, ഒരു തിരിച്ചറിവുണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വളർന്നു വരുവാൻ നമ്മൾ അവസരങ്ങളെ ഒരുക്കി കൊടുക്കണം. ആവശ്യമില്ലാത്ത പ്രഷറൈസ് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ അവരെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകരുത്. ഒരുപാട് മാതാപിതാക്കന്മാർക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അത് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. നെയ്ബേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കമ്പയർ ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ അവര് വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടരുത്. ദൈവഹിതം എന്താണോ അതനുസരിച്ച് കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ വേണ്ടി മാതാപിതാക്കന്മാർ അവർക്ക് അവസരങ്ങളെ ഒരുക്കി കൊടുക്കുക. മക്കൾ യഹോവയുടെ ദാനമാണ്. തീർച്ചയായിട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി നിങ്ങളുടെ തലമുറകൾ വളരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കും. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കേൾക്കാൻ അവസരമൊരുക്കി കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
അവർക്കെല്ലാം ഒരു അനുഗ്രഹമായി, ഒരു ഡെലിവറൻസ്, ഒരു വിടുതലായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.